അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീപ്പിൾസ് ഫൗണ്ടേഷൻ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആശ്വാസ് കൗൺസിലിംഗ് സെൻ്ററിൻ്റെ ഓൺലൈൻ മനഃശാസ്ത്ര ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒന്ന് രണ്ട് സീരീസുകളിലായി കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതികരണമാണ് ഈ വിഷയങ്ങളിലൊക്കെയും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം കുട്ടികളുടെ സ്വഭാവ പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും എന്നുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മോട് കൂടെയുള്ളത് കോഴിക്കോടും കൊച്ചിയും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വെൽനെസ് ക്ലിനിക് സെൻ്ററിൻ്റെ HODയും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ TP ജവാസ് സാറാണ്. അദ്ദേഹത്തെ ഈ ക്ലാസ് നയിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സന്തോഷം. നമുക്കറിയാം, ഒരു വളരെ വിശാലമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. എൻ്റെ റിക്വസ്റ്റ് എന്ന് പറയുന്നത്, ഈ മീറ്റിങ്ങിലുള്ള ആൾക്കാർ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ വീഡിയോ ഓൺ ചെയ്യാം. കാരണം അല്ലാതെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു റേഡിയോയിൽ സംസാരിക്കുന്ന പോലെയായിരിക്കും. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോന്നോ, അല്ലെങ്കിൽ പറയുന്നത് എനിക്ക് എത്രത്തോളം നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ അറിയാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് സൈക്കോളജി എന്ന് പറയുന്നത്, മനഃശാസ്ത്രം എന്ന് പറയുന്നത് ബിഹേവിയറൽ സയൻസ് എന്നാണ് ഇപ്പം പറയുന്നത്. സൈക്കോളജി എന്ന് പറയുന്ന ടേം കുറച്ച് കഴിഞ്ഞാൽ അത് ഇല്ലാതായി പോകും, അല്ലെങ്കിൽ ചുരുങ്ങി പോകും. കാരണം ബിഹേവിയറൽ സയൻസ് എന്നാണ് പറയുക. അപ്പം സ്വഭാവത്തിന്റെ ശാസ്ത്രം എന്ന തരത്തിൽ മനഃശാസ്ത്രം എന്നത് മാറ്റിയിട്ട് ബിഹേവിയർ സയൻസ് എന്ന തരത്തിലേക്ക് അത് വളർന്നു വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സ്വഭാവത്തിന്റെ ശാസ്ത്രമായിട്ടാണ് ഇന്നത്തെ മനഃശാസ്ത്രം അറിയപ്പെടുന്നത്. അതിന്റെ പഠനങ്ങളും അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു. അവിടെ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് പഠനവും അതേപോലെ തന്നെ സ്വഭാവവും എങ്ങനെയാണ് രൂപീകരിക്കപ്പെടുന്നതെന്നും, പഠന പ്രശ്നങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതും സ്വഭാവ പ്രശ്നങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നു എന്നതിനെ കുറിച്ചുമുള്ള ഒരു ചർച്ചയാണ്, അല്ലെ സംസാരമാണ്. ഞാൻ കുറച്ചു നേരം ഈ കാര്യങ്ങളെ കുറിച്ചിട്ട് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയും. അതിനുശേഷം ഇവിടെയുള്ള, എനിക്കറിയാം ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ ഇത്തരം വിഷയത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും ഒത്തിരി വിവരമുള്ള ആൾക്കാരുമായിരിക്കും ഈ ഗ്രൂപ്പിൽ ഉണ്ടാവുക പൊതുവെ. അപ്പം നമ്മളിതൊരു ചർച്ചയിലൂടെ ഒരു 10 വർഷമായിട്ട് മനഃശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന രീതിയിൽ ഒരുപാട് ഈ ഒരു സ്വഭാവ പ്രശ്നങ്ങളുള്ള കുട്ടികളെയും പഠന പ്രശ്നങ്ങളുള്ള കുട്ടികളെയും പലതരത്തിലായിട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു വെളിച്ചത്തിൽ നമ്മൾ പറയുമ്പോൾ, എങ്ങനെയാണ് ഈ സ്വഭാവ പ്രശ്നങ്ങൾ ഉണ്ടാവുക, അതിന് സമൂഹത്തിന്റെ റോൾ എന്താണ്, പേരൻസിന്റെ റോൾ എന്താണ്, സ്കൂളിന്റെ റോൾ എന്താണ്, എങ്ങനെയാണ് ഒരു കുട്ടിയിൽ ഇത്തരം സ്വഭാവങ്ങൾ രൂപീകരിക്കപ്പെടുന്നത്, അത് അങ്ങനെ ഒരു സ്വഭാവം രൂപീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെയൊക്കെ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി പറ്റും, അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെ ആയിരിക്കും ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ ആദ്യമേ പറയുന്നത്. അതില് സ്വഭാവം എന്ന് പറയുന്നത് ലേൺ ചെയ്തെടുക്കുന്ന ഒരു സംഗതിക്കാണ് സ്വഭാവം എന്ന് പറയുന്നത്. ഞാൻ ആദ്യം സ്വഭാവ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പഠന പ്രശ്നങ്ങളെ കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്നതിന് ശേഷം നമുക്കൊരു ചർച്ച പോലെ ഒരു ഡിസ്കഷനും ആകും. ഇതില് സ്വഭാവം എന്ന് പറയുന്നത് ഒരാളുടെ സ്വഭാവം അയാൾ ലേൺ ചെയ്തിട്ട് എടുക്കുന്നതാണ്. അതുകൊണ്ട് അത് അൺലേൺ ചെയ്യാനും പറ്റും, റീലേൺ ചെയ്യാനും പറ്റും. ഓരോ ആൾക്കാരും ഓരോ സ്വഭാവങ്ങൾ പഠിച്ച് എടുക്കുന്നതാണ്. ഞാൻ എൻ്റെ കുറെ സ്വഭാവങ്ങൾ പല ആളുകളിൽ നിന്നായിട്ട്, പല സാഹചര്യങ്ങളിൽ നിന്നായിട്ട്, പല അനുഭവങ്ങളിൽ നിന്നായിട്ട് ഞാൻ പഠിച്ച് വന്ന സംഗതികളാണ്. അതുകൊണ്ട് തന്നെയാണ് കുട്ടികളെ മുന്നിൽ ചില സ്വഭാവങ്ങൾ നിങ്ങൾ കാണിക്കരുത്, അതൊക്കെ കുട്ടികൾ എളുപ്പത്തിൽ പഠിക്കും, അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിലൂടെ കുട്ടികൾ കടന്നു പോകുന്നത് റിസ്ക് ആണ് എന്നൊക്കെയാണ് നമ്മൾ പറയാറ്. അപ്പൊ അതുകൊണ്ട് ബേസിക് ആയിട്ട് കുട്ടികൾ നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്വഭാവങ്ങൾ നമുക്ക് വളരെ ജനറ്റിക്കലി നമുക്ക് കിട്ടുന്ന ചില സ്വഭാവങ്ങളുണ്ട്. അത് മാറ്റിയെടുക്കാനും പ്രയാസമാണ്. ചില ബിഹേവിയറുകൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ, ജീവിത അനുഭവങ്ങളിലൂടെ നമ്മൾ മോഡൽ ചെയ്ത് വരുന്ന ചില സംഗതികളാണ്. റിപ്പീറ്റഡ് ആയിട്ട് ചില ബിഹേവിയർ കണ്ടിട്ടും കേട്ടിട്ടും അനുഭവിച്ചിട്ടും വിധേയനായിട്ടൊക്കെ നമ്മൾ അതിലൂടെ ആ സ്വഭാവത്തിലേക്ക് എത്തിപ്പെടുന്നതാണ്. അപ്പം സ്വഭാവത്തെ കുറിച്ചിട്ട്, ബിഹേവിയറിനെ കുറിച്ചിട്ട് പറയുന്നത് എക്സസ് ബിഹേവിയർ ഉണ്ട്, ഡെഫസിറ്റ് ബിഹേവിയർ ഉണ്ട്. ഒരു പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക്
അതിന് കൂടുതലായിട്ടുള്ള ചില സ്വഭാവങ്ങൾ ഉണ്ടാവും. അതും ഒരു പ്രോബ്ലം ആണ്. എക്സസ് ബിഹേവിയർ എന്നാണ് അതിന് പറയാം. ദേഷ്യം പിടിക്കുക എന്ന് പറയുന്ന ഒരു പ്രായത്തിന്റെ സ്വഭാവമായിട്ട് കാണുകയാണെങ്കിൽ പെർഫെക്റ്റ്ലി ഓക്കെയാണ്. ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഇതിനേക്കാളും കൂടുതൽ ദേഷ്യം പിടിക്കുകയും കരയുകയൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സസ് ബിഹേവിയർ ആണ്. രണ്ടാമത്തത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഡെഫിസിറ്റ് ഇൻ ബിഹേവിയർ എന്ന് പറയാം. ഡെഫിസിറ്റ് ഇൻ ഒരു പ്രായത്തിൽ ഒരു കുട്ടിക്ക് ഉണ്ടാവേണ്ട ചില കഴിവുകളുണ്ട്. നമ്മൾ ഈ പ്രായത്തിൽ ചില കുട്ടികൾക്ക് ഉണ്ടാവേണ്ട ചില കഴിവുകളുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ നമുക്ക് പറയുന്നത് പോലെ പല പല കഴിവുകളും സാധാരണ കുട്ടികൾക്ക് ഉണ്ടാവും. അപ്പം നമുക്ക് പറയാൻ പറ്റും ഒരു 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 പിന്നെ നമ്മൾ സംസാരത്തിന്റെ കഴിവായിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ ആളുകളുമായിട്ട് ഇടപെടാനുള്ള കഴിവുകളായിക്കോട്ടെ, ഇങ്ങനെ ഏത് കഴിവുകളും നമ്മൾ നോക്കുമ്പോൾ ചില കഴിവുകൾ ചില പ്രായത്തിൽ നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ടതായിട്ടുണ്ടാവും. ആ പ്രായത്തിൽ ഈ കഴിവുകൾ ഇല്ലാതെ വരുമ്പോൾ ആ വ്യക്തികൾക്ക് നമ്മൾ ഡെഫിസിറ്റ് ഇൻ ബിഹേവിയർ എന്ന് പറയും. ആ സ്വഭാവം രൂപീകരിക്കപ്പെട്ടിട്ടില്ല. രൂപീകരിക്കപ്പെടാത്തത് ചിലപ്പോൾ ബുദ്ധിപരമായിട്ടുള്ള കഴിവ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് എക്സ്പോഷർ കിട്ടാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള വേറെ എന്തെങ്കിലും തടസ്സങ്ങൾ കൊണ്ടായിരിക്കാം ഈ സ്വഭാവങ്ങൾ രൂപീകരിക്കപ്പെടാതെ പോയിട്ടുണ്ടാവാം. അപ്പം കുട്ടികളിൽ കാണുന്ന സ്വഭാവ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പറയാൻ പറ്റും കുട്ടികളിൽ എന്തൊക്കെ സ്വഭാവ പ്രശ്നങ്ങളാണ് കൂടുതലായിട്ടുള്ളതും നമുക്ക് മാനേജ് ചെയ്യാൻ പ്രയാസമുള്ളതും എന്നുള്ളത് ആരെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? എന്തൊക്കെ സ്വഭാവങ്ങളാണ് കുട്ടികൾ അമിതമായിട്ട് അല്ലെങ്കിൽ അധികമായിട്ട് കാണപ്പെടുന്നത്? നിങ്ങൾ കൂടി ഇതിൽ പങ്കെടുക്കുമ്പോഴാണ് ഈ സംസാരം കുറച്ചുകൂടി ഊർജം തരുന്നത്. ഇതൊക്കെയാണ് കുട്ടികളിൽ വളരെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ഒരു സ്വഭാവ പ്രശ്നം പറയുന്നത് കുട്ടികൾ അധിക സമയം സ്ക്രീൻ ടൈം ഉപയോഗിക്കുന്നു. നിങ്ങൾ ചോദിക്കുന്ന ആൾക്കാർ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കണം, അല്ലെങ്കിൽ ഞാൻ കേൾക്കില്ല, നിങ്ങൾ മാത്രമേ കേൾക്കുള്ളൂ. ഓക്കെ, ചോദിക്കുന്ന ആൾക്കാർ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചിട്ട് മ്യൂട്ട് ആക്കിയാൽ മതി. എന്റെ ഒരു ഇതിൽ ഏറ്റവും കൂടുതൽ പിന്നെ പേരൻസ് പറയുന്ന കംപ്ലൈൻറ്റ്സ് സ്ക്രീൻ ടൈം, കുട്ടികൾ ഒരുപാട് സമയം സ്ക്രീൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഒരു കംപ്ലൈൻറ്റ്സ് ആയിട്ട് വരുന്നത്. പിന്നെ വേറെ എന്താണ്? ഒറ്റക്കിരിക്കൽ. അപ്പൊ ഒരാൾ പറഞ്ഞിട്ടുള്ള സാധനം വെച്ചാൽ ഒറ്റക്കിരിക്കുക, കുട്ടികൾ മറ്റുള്ള കുട്ടികളുമായിട്ട് സമ്പർക്കമൊന്നുമില്ലാതെ ഒറ്റക്കിരിക്കുക എന്നുള്ളത് ഒരു പ്രശ്നം. അത് ഡെഫിസിറ്റ് ഇൻ ബിഹേവിയർ. ഒരു പ്രായത്തിൽ കുട്ടികൾ മറ്റുള്ള കുട്ടികൾ കളിക്കുക ഇതാക്കുക ചെയ്യേണ്ട കുട്ടി ഒറ്റക്കിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം. പിന്നെ വേറെ എന്താണ് കുട്ടികൾക്കുള്ള പ്രശ്നങ്ങൾ? നിങ്ങൾ ആ പ്രശ്നങ്ങൾ പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്നും അതെങ്ങനെയാ പരിഹരിക്കേണ്ടതെന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അല്ലാണ്ട് ലോകത്തുള്ള പ്രശ്നങ്ങൾ മുഴുവൻ ഞാനിവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഫസ്റ്റ് പ്ലീസ് അലോ ടു ഓപ്പൺ മൈക്രോഫോൺ. ഓക്കെ, എല്ലാവരെയും ഓക്കെ. വാശി പിടിക്കൽ. ഓക്കെ, ഒന്ന് വാശി പിടിക്കൽ എന്ന് പറയുന്ന സംഗതി, ദേഷ്യം, വാശിപിടുത്തം. നമുക്ക് ഓരോന്നോരോന്നിങ്ങനെ നോക്കും. ദേഷ്യം, ഒറ്റക്കിരിക്കല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒറ്റക്കിരിക്കല്, ദേഷ്യം, വാശി, സ്ക്രീൻ ടൈം, പിന്നെ വേറെന്താ? പിന്നെ പറഞ്ഞത് കേൾക്കുന്നില്ല, അനുസരണയില്ലായ്മ, പറഞ്ഞത് കേൾക്കുന്നില്ല. ശരി, എന്താ പറയാത്തത്? ADHD. ഫഹദ് ഫാസിൽ ഇന്നലെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ADHD. പിന്നെ വേറെ എന്താണ്? നിങ്ങൾ അതൊക്കെ പറഞ്ഞ അതിനെക്കുറിച്ച് സംസാരിക്കണം. വേറെ എന്തോ കാര്യത്തെ കുറിച്ചിട്ട് പറയണ്ടല്ലോ. നിങ്ങൾ ചോദിക്കുന്നതിനെ കുറിച്ച് പറയും പാടണോ? അതിന്റെ ഒരു രസം. വേറെ എന്ത് പ്രോബ്ലം ആണുള്ളത്? അല്ലെ എന്താ നമുക്ക് പരിഹരിക്കേണ്ടത്? ദേഷ്യം വരുമ്പോൾ തലക്കടിക്കൽ, സെൽഫ് ഹാർമിംഗ് ബിഹേവിയർ. ഓക്കെ, ദേഷ്യം വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്ന തലക്ക് അടിക്കുന്ന സ്വഭാവം, അല്ലെങ്കിൽ ശരീരം ഉപദ്രവിക്കുന്ന സ്വഭാവം. അത് ചിലപ്പോൾ സ്വന്തം ശരീരമായിരിക്കാം, പിന്നെ അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ശരീരമായിരിക്കാം. മറ്റുള്ളവരെ ഉപദ്രവിക്കലാവാം, സ്വന്തം ഉപദ്രവിക്കലാവാം. അതേപോലെ തന്നെ ദേഷ്യം പിടിക്കുമ്പോൾ തുപ്പ്, സ്പിറ്റിംഗ് ബിഹേവിയർ, തുപ്പല്. പിന്നെ ദേഷ്യം വരുമ്പോൾ പല്ല് ഞെരിക്കുക. ഓക്കെ, വീട്ടിലെ ഭക്ഷണം വേണ്ടാണ്ട് വരിക. പിന്നെ അതേപോലെ തന്നെ പല്ല്
ഞെരിക്കുക. പല്ല് ഞെരിക്കുന്ന ദേഷ്യം വരുമ്പോഴാണെങ്കിൽ വേറെ ഒരു സംഗതിയാണ്. ഉറക്കത്താണെങ്കിൽ ബ്രുക്സിസ് എന്ന് പറയാം. പല്ല് കടിച്ചു പൊട്ടിക്കുന്ന സ്വഭാവമാണ്. കളവ് പറയാം. ഓക്കെ, ഗുഡ്. പിന്നെ വേറെ എന്താണ്? 1 മിനിറ്റ് കൂടി സമയമുണ്ട്, നിങ്ങൾക്ക് പറയാം. വീട്ടിലെ സാധനങ്ങൾ നശിപ്പിക്കുക. ഓക്കെ, വീട്ടിലെ സാധനങ്ങൾ നശിപ്പിക്കുക. ദേഷ്യം വരുമ്പോൾ ലാസ്റ്റ് വീട്ടിൽ തന്നെ യൂറിൻ പാസ് ചെയ്യും. പിന്നെ വേറെ എന്താ? കട്ടെടുക്കുക, കളവ് ചെയ്യുക. കളവ് പറയലും കളവ് ചെയ്യലും ഒക്കെ. കളവ് പറയൽ, കളവ് ചെയ്യൽ. ഓക്കെ, പിന്നെ രണ്ടാൾ കൂടി പറയാം. ഇതന്നെ പറയുമ്പോൾ നമ്മൾ സമയം തീരും. സ്വഭാവ വൈകല്യങ്ങൾ, അതൊരു വലിയൊരു ടേമാണ്. ഈ പറഞ്ഞതൊക്കെയാണ് സ്വഭാവ വൈകല്യം. ഓക്കെ, ശരി. ഓക്കെ, ഫൈൻ. ഇപ്പൊ നമ്മൾ ഓരോ കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ നമുക്ക് ADHD എന്ന് പറയുന്ന സംഗതിയെ കുറിച്ചിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കാതിരിക്കുക. ഓക്കെ, അതും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. മനസ്സ് തുറന്ന് സംസാരിക്കാൻ, അത് അഡോളസെന്റ് ആയിട്ടുള്ള കുട്ടികൾ കരഞ്ഞ് കാര്യം സാധിക്കുക. ഓക്കെ, കരഞ്ഞ് കാര്യം സാധിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ തുടങ്ങാം. ഇനിയിപ്പോ നിങ്ങൾ പ്രശ്നം പറഞ്ഞ പ്രശ്നം പറയല് മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മൾ പരിഹാരത്തിലേക്ക് പോകില്ല. അടിക്കുക. ഓക്കെ, ഓക്കെ, ഫൈൻ. അപ്പൊ ഇതില് ADHD മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ADHD എന്ന് പറയുന്ന സ്വഭാവം എന്ന് പറയുന്നത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ പറയും. ശ്രദ്ധാ വൈകല്യം, ചിലപ്പോൾ അതിന്റെ കൂടെ തന്നെ റെസ്റ്റ്ലെസ്നെസ്, ഇരിക്കപ്പൊറുതിയില്ലായ്മ, അങ്ങനെ കുട്ടികൾ അമിതമായിട്ട് പിന്നെ എനർജി കാണിക്കുക, അടങ്ങിയിരിക്കാൻ പറ്റാതിരിക്കുക, ഒന്നിനും ശ്രദ്ധിക്കാൻ പറ്റാതിരിക്കുക, മറ്റുള്ള കുട്ടികളെ തോണ്ടുക, പിടിക്കുക, ഉപദ്രവിക്കുക, എടുത്തു ചാടി തീരുമാനം പറയുക, ആലോചിച്ചിട്ട് പറയാൻ പറ്റാതെ. ഇതൊരു ന്യൂറോ ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു ബിഹേവിയറൽ ഇഷ്യൂ ആണ്, ശരിക്കും ഒരു ഡിസോർഡർ ആണ്. ചില ആളുകൾക്ക് ADHD സിംറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഷൗട്ടിങ്. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ADHD സിംറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലർക്ക് ADHD ഫുൾ ബ്ലോൺ ADHD ഉണ്ടാവും. ചില കുട്ടികൾക്ക് ശ്രദ്ധാ വൈകല്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ചില കുട്ടികൾക്ക് ഈ ഹൈപ്പർ ആക്ടിവിറ്റീസും റെസ്റ്റ്ലെസ്നെസ്സും ഉണ്ടാവും. ഈ ഹൈപ്പർ ആക്ടിവിറ്റീസും റെസ്റ്റ്ലെസ്സും ഉള്ള കുട്ടികൾക്ക് തന്നെ പല ബിഹേവിയർ പ്രോബ്ലം ഉണ്ടാവും. അവർക്ക് തന്നെ സ്വഭാവ പ്രശ്നങ്ങൾ, ദേഷ്യം, വാശി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ സ്വഭാവ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇത്തരം കുട്ടികൾ ടൈം മാനേജ്മെന്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഓക്കെ, നിങ്ങൾ പ്രോബ്ലംസ് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനത് ഇപ്പൊ നിങ്ങൾ പ്രോബ്ലം പറയുന്നത് നിർത്തുക, നമുക്കിനി ഡിസ്കഷനിലേക്ക് പോകുമ്പോൾ പറയാം. ഞാൻ അതിലേക്ക് ശ്രദ്ധിച്ചാൽ ഇതിന്റെ ശ്രദ്ധ മാറി. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ പിന്നെ ഈ പറഞ്ഞ പോലെ സ്വഭാവത്തിൽ ഉണ്ടാവുന്ന പല വ്യതിയാനങ്ങളും ഉണ്ടാവും. പഠിക്കാൻ പറ്റില്ല അവർക്ക്. ശ്രദ്ധ കുറവുള്ള കുട്ടികൾക്ക് പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അത്തരം കുട്ടികൾക്ക് മെമ്മറി പവർ കുറവായിരിക്കും. പലതരത്തിലുള്ള സാധനങ്ങൾ മറന്നു പോവുക, സാധനങ്ങൾ എടുക്കാൻ വിട്ടുപോവുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്വഭാവത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാവും. ഇത് കുട്ടിയുടെ സോഷ്യൽ സ്കില്ല്, സാമൂഹ്യപരമായിട്ടുള്ള കഴിവ് വളർന്നു വരുന്നതിനും അതേപോലെ തന്നെ പഠനപരമായിട്ടുള്ള കഴിവ് വളർന്നു വരുന്നതിനും തടസ്സമായിട്ട് മാറും. ഈ കുട്ടികൾ മുതിർന്നു വന്നാൽ തന്നെ അവർക്ക് ഈ ADHD കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ADHD കാരണം അവര് സാമൂഹ്യപരമായിട്ടുള്ള കഴിവ് കുറവായിരിക്കും, എടുത്തുചാട്ടങ്ങൾ കൂടുതലായിരിക്കും, ഒന്നിൽ സ്ഥിരമായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റില്ല, ആശയങ്ങൾ മാറിക്കൊണ്ടിരിക്കും, ആഗ്രഹങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഞാൻ ഇന്ന് ഒരു കാര്യം പറയാം. ഇന്ന് എൻ്റെ അടുത്തൊരു ADHD ഉള്ള കുട്ടിക്ക് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഒരു ഉമ്മ എൻ്റെ അടുത്ത് വന്നു. അപ്പൊ ഉമ്മ ഒരു ടീച്ചറാണ്. ഉമ്മ പറഞ്ഞു, ഞാനിപ്പോ ഇവനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനിടയിൽ ഇന്നലെ ഒരു ADHD ഒരു ഇങ്ങനെ ഡിസ്കഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ആലോചിച്ച് നോക്കും, എന്റെ ഭർത്താവിനും ADHD ആണെന്ന് തോന്നുന്നു. കാരണം അയാൾ ഇപ്പം തന്നെ ഒരു 4-5 ഒരു ജോലിയിലേക്ക് ഉറച്ചു നിൽക്കൂല, ബിസിനസ്സിൽ ഉറച്ചു നിൽക്കൂല, ഒന്നൊന്ന് മാറി മൂഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഒരിക്കൽ പറഞ്ഞതായിരിക്കില്ല പിന്നെ പറയാ. എല്ലാത്തിലും ഈ പറഞ്ഞ പോലത്തെ ഒരു കുട്ടിക്കളിയും സംഗതികളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സംഗതികൾ, ഇങ്ങനെയുള്ള സംഗതികൾ, ഈ പ്രശ്നം എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പൊ.
അയാൾക്കും ADHD തന്നെയാണ്. ട്രീറ്റ് ചെയ്യാത്ത ADHD കാരണം ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ഇതൊക്കെ മനസ്സിലായപ്പോ ഒരു സമാധാനം ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് മകനെങ്കിലും രക്ഷപ്പെടുത്തണം. മകന് പഠന പ്രശ്നമുണ്ട്. സെക്കൻഡറി പഠന പ്രശ്നമായിട്ടാണ് അവർ വന്നത്. വന്നിട്ട് നോക്കുമ്പോഴാണ് ഈ കുട്ടിക്ക് ADHD ഉള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ ADHD ട്രീറ്റ്മെന്റും അതേപോലെ തന്നെ പിന്നെ പഠനത്തിന് ട്രീറ്റ്മെന്റ് പഠനമൊക്കെ ഓക്കെ ആയിട്ട് അവരിവിടെ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പൊ 6ാം ക്ലാസ് പഠിക്കുന്ന 6ാം ക്ലാസ്സിലേക്ക് ജയിച്ചൊരു കുട്ടിയാണ്. അങ്ങനെ ഈ കുട്ടീന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ ADHD കാരണം ചില സ്കില്ലുകൾ, ചില കഴിവുകൾ കുട്ടി ഇല്ലാതായി പോയിട്ടുണ്ട്. അതിനെ വളർത്തിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മെന്ററിങ് കുട്ടിക്ക് കൊടുക്കണം. ഒരു ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു മെന്ററിങ് കിട്ടിക്കഴിഞ്ഞാൽ ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഞാനും ആ പാരന്റും ഇന്ന് പിരിഞ്ഞു. അപ്പൊ അതേപോലെയാണ് ADHD കുട്ടികൾക്ക് ശ്രദ്ധക്കുള്ള ട്രെയിനിങ് കൊടുക്കണം. അതേപോലെ ശ്രദ്ധക്കുള്ള ട്രെയിനിങ് കൊടുക്കണം. അതിന്റെ കൂടെ തന്നെ 1 മിനിറ്റ് ചാർജ് വന്നു. അതേപോലെ തന്നെയാണ് പിന്നെ ഹൈപ്പർ ആക്ടിവിറ്റീസ് കുറയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒക്കുപേഷൻ തെറാപ്പി വേണ്ടി വരും. അതേപോലെ തന്നെ സൈക്കോളജിക്കൽ ട്രെയിനിങ് വേണ്ടി വരും. ബിഹേവിയറൽ മോഡിഫിക്കേഷൻസ് വേണ്ടി വരും. അതേപോലെ തന്നെ പാരന്റൽ മാനേജ്മെന്റ് ട്രെയിനിങ് വേണ്ടി വരും. ഇതൊക്കെ ചിലപ്പോൾ ADHD ഒരു മൈൽഡ് ലെവലാണെങ്കിൽ ഇങ്ങനെയൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ADHD ഒരു മോഡറേറ്റ് ലെവലാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ പിന്നെ മോഡറേറ്റ് ലെവലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മെഡിസിന്റെ സഹായം കൂടി വേണ്ടി വരും. അറ്റൻഡറോൾ പോലെയുള്ള ഹൈപ്പർ ആക്ടിവിറ്റീസ് കുറക്കാനുള്ള മരുന്ന് കൂടി കഴിച്ചിട്ടാണ് നമ്മൾ തെറാപ്പിയും മറ്റു കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ശരിയാക്കി കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. ADHD കുട്ടികൾക്ക് മറ്റ് ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യത ഏകദേശം 60 മുതൽ 80% വരെ മറ്റീ പറയുന്ന കളവ് സ്വഭാവം ആയിക്കോട്ടെ, പിന്നെ ടൈം മാനേജ് ചെയ്യാനുള്ള പ്രശ്നം, ദേഷ്യം, മറ്റു കുട്ടികളെ ഉപദ്രവിക്കുക, ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ കുട്ടികൾക്കുണ്ടാവും. ഇതാണ് ADHD. രണ്ടാമത്തെ ഒരാൾ പറഞ്ഞൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കുട്ടി ഒറ്റയ്ക്കിരിക്കുക എന്നുള്ള സംഗതിയാണ്. ഒറ്റയ്ക്കിരിക്കുന്ന കുട്ടികളിൽ നമ്മൾ ഒരുപാട് സോഷ്യൽ സ്കിൽ ഇല്ലാത്ത കുട്ടികൾ ഒറ്റയ്ക്കിരിക്കും. ഉള്ളിൽ സങ്കടവും ദേഷ്യവും വെറുപ്പും ഉള്ള കുട്ടികൾ ഒറ്റയ്ക്കിരിക്കും. അതേപോലെ തന്നെ വിഷാദ രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ, അതേപോലെ തന്നെ എന്തെങ്കിലും വൈകാരികമോ ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പീഡനം നേരിടുന്ന കുട്ടികൾ, ഇതൊക്കെ ഒറ്റപ്പെട്ട് ഇരിക്കാനും ആളുകളിൽ നിന്ന് മാറിയിരിക്കാനും സാധ്യതയുള്ള കുട്ടികൾ. അത്തരം കുട്ടികൾ എന്ത് കാരണത്താലാണ് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാത്തിടത്തോളം കാലം അത് ആ കുട്ടിയുടെ ഒരു വളർച്ചയെയും മുന്നോട്ട് പോക്കിനെയും മറ്റ് സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നതിനൊക്കെ ഒരു തടസ്സമായിട്ട് മാറാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിൽ ഇടപെടലുകൾ നടത്തേണ്ടത്. അടുത്തൊരു പറഞ്ഞിട്ടുള്ള സംഗതി വെച്ചാൽ ദേഷ്യം പിടിക്കുക, വാശി പിടിക്കുക എന്ന് പറഞ്ഞ സ്വഭാവം. ദേഷ്യവും വാശിയും ഒക്കെ കുട്ടികൾ ലേൺ ചെയ്തെടുക്കുക. ഉദാഹരണത്തിന് മൊബൈലിന് വേണ്ടിയിട്ട് വാശി പിടിക്കുക. മൊബൈലിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത്? വാശി പിടിക്കുക. അപ്പം വാശി പിടിച്ചിട്ട് മൊബൈൽ വാങ്ങിക്കുക. അവന്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ദേഷ്യം പിടിക്കുന്ന കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് ഒരു കുട്ടി മൊബൈലിന് വേണ്ടിയിട്ട് വാശി പിടിക്കും. നിങ്ങൾ മൊബൈൽ കൊടുക്കുന്നില്ല, വീണ്ടും വാശി പിടിക്കും. ഒരുപാട് നേരം കരഞ്ഞു, എന്നിട്ടും നിങ്ങൾ മൊബൈൽ കൊടുത്തില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അവൻ നിലത്ത് വീണ് ഉരുണ്ട് കരയാൻ തുടങ്ങി. അങ്ങനെ ഉരുണ്ടപ്പോൾ നിങ്ങൾ കൊടുത്തു. അപ്പൊ കുട്ടി പഠിക്കുകയാണ്, ഉരുണ്ടാൽ ഇത് കിട്ടും, ഉരുണ്ട് കഴിഞ്ഞാൽ ഇത് കിട്ടും. അങ്ങനെ കുട്ടി ഇതൊരു ശീലമാക്കി മാറ്റി വാശിയുടെ മറ്റൊരു ഭേദത്തിലേക്ക് മാറ്റിക്കൊണ്ട് അവന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു സ്വഭാവം അവൻ രൂപീകരിക്കുന്നു. അവൻ അറിയുന്നു ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടും. അങ്ങനെയാണ് അവൻ ആ സ്വഭാവങ്ങൾ അത് അവന്റെ സ്വഭാവമായിട്ട് മാറും. ആവശ്യം വരുമ്പോൾ അവനത് ചെയ്യും. വേറൊരു കുട്ടി ഇത് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് പിന്നെ ഇന്ന സ്ഥലത്ത് പോകണം, ഇന്നത് വാങ്ങിച്ചു തരണം, അല്ലെങ്കിൽ ഞാനൊരു കല്ലെടുത്തിട്ട് ജനലക്ക് എറിയാൻ പോവാണ്, അല്ലെങ്കിൽ വണ്ടിക്ക് എറിയാൻ പോകും. അപ്പൊ പേടിച്ചിട്ട് നമ്മളത് ചെയ്തു കൊടുക്കുക. അങ്ങനെ പേടിച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ
ഇത് മുതലെടുത്തുകൊണ്ട് അവന് എല്ലാ അവസരങ്ങളും ഇതിപ്പം ഉപയോഗിക്കാൻ തുടങ്ങും. അതിപ്പോ ചില കുട്ടികൾ ഭക്ഷണം കഴിക്കാതെ നിന്നിട്ട് ഇങ്ങനെ സമരം ചെയ്യാറുണ്ട്. സ്കൂളിൽ പോവില്ല എന്ന് പറയും, ഹോംവർക്ക് ചെയ്യില്ല എന്ന് പറയും, ഉറങ്ങില്ല എന്ന് പറയും. ചില കുട്ടികള് ഡോറ് അടച്ച് ഒറ്റയ്ക്ക് ഇരിക്കും. ഒരു ദിവസവും 2 ദിവസവും ഒക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സ്വഭാവമുള്ള കുട്ടികളുണ്ട്. നമ്മള് കുട്ടികളുടെ കാര്യത്തിൽ ചെയ്യേണ്ട സംഗതി വെച്ച് കഴിഞ്ഞാൽ വാശി അനുവദിച്ചു കൊടുക്കരുത്. വാശി അനുവദിച്ചു കൊടുക്കുന്നത് വീട്ടിലൊക്കെ അധികവും ഗ്രാൻഡ് പാരൻസ് ആണ്. ഗ്രാൻഡ് പാരൻസ് പലപ്പോഴും ചെയ്തു കൊടുക്കാൻ പാരൻസിനെ നിർബന്ധിക്കും, കുട്ടികളെ കരയിക്കാൻ സമ്മതിക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമാണ് അധികവും. പിന്നെ ഒറ്റ കുട്ടിയായിട്ട് വളർന്ന ആൾക്കാർ, അതേപോലെ തന്നെ വളരെ വൈകിട്ടുണ്ടായ കുട്ടി, അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും അസുഖമൊക്കെ ഉള്ള കുട്ടി, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പൊതുവെ വാശി കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതാണ് ഈ വാശി പിടിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കരുത്. നിങ്ങൾക്ക് നിയന്ത്രണ വിധേയമാക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഒരു മനഃശാസ്ത്ര സഹായകത അവരുടെയും ഒരു ഗൈഡൻസോടെ സപ്പോർട്ടോടുകൂടി ചെയ്തു കൊടുക്കുക. ചില കുട്ടികൾ വാശി കാര്യങ്ങളൊക്കെ പിടിക്കുന്നത് അവർക്ക് സ്കില്ലില്ലാത്തതുകൊണ്ടായിരിക്കും. മറ്റു കുട്ടികളെ ഉപദ്രവിക്കുക, അവരിൽ നിന്ന് കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് വാങ്ങിക്കുക, ഇതൊക്കെ ചില കാണിക്കുന്ന കുട്ടികൾ. ഉദാഹരണത്തിന് നല്ല സ്കില്ലുള്ള കുട്ടി, ഇപ്പൊ ഒരു 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 കൂട്ടുകാരന്റെ കയ്യിൽ ഒരു കളിപ്പാട്ടുണ്ട്. ആ കളിപ്പാട്ടം നല്ല ഭംഗിയുള്ളതാണ്, കാണാൻ രസമുള്ളതാണ്. അവനിക്കും ഈ പറഞ്ഞ കുട്ടിക്ക് അത് കാണാനും കളിക്കാനൊക്കെ ആഗ്രഹമുണ്ട്. ആ കുട്ടീന്റെ അടുത്ത് പോയിട്ട് ചോദിച്ച് വാങ്ങിക്കാനുള്ള സ്കില്ലില്ല. കുട്ടി എന്താ ചെയ്യാ? കുട്ടീന്റെ അടുത്ത് നിന്ന് പിടിച്ചിങ്ങി വാങ്ങും. അപ്പൊ മറ്റേ കുട്ടി കരയും, ബഹളാവും, പ്രശ്നമാവും. നേരെ മറിച്ച് സ്കില്ലുള്ള കുട്ടി എന്താ ചെയ്യാ? അവനോട് മയത്തിൽ സംസാരിച്ച്, അവനോട് സോപ്പിട്ട് പതുക്കെ അത് വാങ്ങിക്കുകയും കളിക്കുകയും ചെയ്യും, എന്നിട്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അത് ചില സമയത്ത് ഈ സ്വഭാവ പ്രശ്നങ്ങൾ കാണിക്കുന്ന കുട്ടികളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് പറഞ്ഞതുപോലെ സ്കില്ലില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നു. അവർക്ക് ആവശ്യമുള്ള സ്കില്ലിന്റെ കുറവ് കൊണ്ട് സംഭവിക്കുന്ന മറ്റൊരു സ്വഭാവ പ്രശ്നമായിട്ട് പറഞ്ഞിട്ടുള്ളത് കളവ് പറയുക, കളവ് ചെയ്യുക എന്നുള്ള സംഗതിയാണ്. കളവ് പറയുന്നതും കളവ് ചെയ്യുന്നതുമായിട്ട് നമുക്ക് കാണാൻ പറ്റും. കളവ് പറയൽ എങ്ങനെ സംഭവിക്കുന്നു? കുട്ടികൾ കളവ് പറയുന്നത് ഒന്നുകിൽ എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടായിരിക്കും, എന്തെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി, പെയിൻഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലഷറിന് വേണ്ടിയിട്ടായിരിക്കും. ചിലപ്പം കുട്ടികൾ അവരുടെ ഒരു സ്വഭാവമായിട്ട്, ഞാൻ എൻ്റെ അടുത്തൊരു കുട്ടി വന്നിട്ട് പറയാണ്, സാറേ ഞാൻ സത്യം പറയണമെന്ന് വിചാരിച്ചാലും എൻ്റെ വായിൽ ആദ്യം കളവാ വരിക. അങ്ങനെ ശീലിച്ചു പോയിട്ട് എന്നോട് പറയാം, സാറേ സത്യം പറയണം എന്ന് വിചാരിക്കും, പക്ഷെ മനസ്സിൽ ആദ്യം വരുന്നത് കളവായിരിക്കും. അതങ്ങനെ ലേൺ ചെയ്ത് വന്നുകൊണ്ടായിരിക്കും. ഒന്ന് പേടിച്ചിട്ടൊക്കെയാണ് കുട്ടികൾ ആദ്യം കളവ് പറയും. ഉദാഹരണത്തിന് സ്കൂൾ വിട്ട് കുട്ടി വീട്ടിൽ വരിക, റോഡിൽ എന്തോ കണ്ടിട്ട് ലേറ്റ് ആയിട്ടാണ് കുട്ടി വീട്ടിലേക്ക് വന്നിട്ട്. അപ്പൊ അമ്മ ചോദിക്കുകയാണ് എന്താ ലേറ്റ് ആയെന്ന് ചോദിച്ചപ്പോ അമ്മ ചീത്ത പറയും. അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ കുട്ടി എന്താ പറയാ? കുട്ടി പറയും സ്കൂളിൽ ഇന്ന് പ്രത്യേക മീറ്റിംഗ് ഉണ്ടായിരുന്നു, സ്കൗട്ടിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, ശാസ്ത്ര ക്ലബിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വൈകിയത്. ഇത് പറയാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ദേഷ്യം പിടിക്കും, അമ്മ ചീത്ത വിളിക്കും, തെറി വിളിക്കും. നേരെ മറിച്ച് അങ്ങനെ അല്ലാത്തൊരു എൻവയൺമെന്റ് ആണെങ്കിൽ കുട്ടികൾ കളവ് പറയുന്നത് കുറപ്പ്. ഉദാഹരണത്തിന് ഞാനിപ്പോ ഞാനൊരു ഓഫീസിൽ ഇപ്പോൾ പ്രിൻസിപ്പളാണ്. കുട്ടികളോ അല്ലെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫോ ലേറ്റായി വന്നപ്പോൾ എന്നോട് പറയണത് ലേറ്റ്, എന്നോട് സാറേ ഇന്ന് ഉറങ്ങിപ്പോയി. ഞാൻ ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരെ ഉപദേശിക്കുകയാണ്, നിങ്ങൾ ഇത്തരം ഒരു ഒരു പോസ്റ്റിൽ നിൽക്കുന്ന ആൾക്കാരാണ്, ഇത്തരം ഒരു പൊസിഷനിലുള്ള ആളാണ്, നിങ്ങൾ ഇത്തരം നിരുത്സാഹപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അരമണിക്കൂർ ക്ലാസ് കൊടുക്കുകയാണെങ്കിൽ അവർ വേഗം പറയും എൻ്റെ അമ്മക്ക് സുഖമില്ലായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് സുഖമില്ലായിരുന്നു, എനിക്ക് തലവേദനയായിരുന്നു, അങ്ങനെയായിരുന്നു ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞങ്ങ് രക്ഷപ്പെടും. പലരും ഈ രക്ഷപ്പെടാനുള്ള കളവുകളാണ് പറഞ്ഞു തുടങ്ങാറ്. അപ്പൊ ഇതാണ് പിന്നെ ശീലമായിട്ടും അനാവശ്യമായിട്ടും അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പല പഴുതായിട്ടൊക്കെ അത് ഉപയോഗിക്കുന്നത് ശരിക്കും. ഇനി കളവ് ചെയ്യുന്നിടത്തിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ കളവ് ചെയ്യുന്നത് പലതരത്തിൽ. ഒന്ന്, കളവ് ചെയ്യാതെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള, അവനക്കൊരു സ്ഥലത്ത് പോകണം അല്ലെങ്കിൽ ഒരാൾ സഹായിക്കണം, അതിന് ഒരു സാമ്പത്തികമോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ അത് നേടിയെടുക്കാനുള്ള സ്കില്ലില്ലാത്ത കുട്ടി പതുക്കെ കളവ് പറഞ്ഞിട്ട് അത് നേടിയെടുക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ ഒരു വിഭാഗം കളവ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കളവ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കളവ് ചെയ്തിട്ട് ഇപ്പൊ പൈസ എടുത്ത് കളവ് എടുത്തിട്ട് അവൻ അവന്റെ ആവശ്യങ്ങൾക്കൊന്നും ഉപയോഗിക്കൂല. നേരെ മറിച്ചിട്ട് കുട്ടികൾക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കുക,
ബ്രോസ്റ്റ് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ കുട്ടികളെ സൗഹൃദം കിട്ടാൻ വേണ്ടി, കുട്ടികളിൽ ആളാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കളവ് ചെയ്യുന്ന ആൾക്കാരെയും നമുക്ക് കാണാൻ പറ്റും. അതാണ് ഈ കളവ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു പ്രത്യേകത. പിന്നെ കളവ് ചെയ്യാന്ന് വെച്ചാൽ വേറെ ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കളവ്. അതേപോലെ തന്നെ ഞാൻ വലിയ സംഭവമാണെന്നും ഞാൻ സാമ്പത്തികപരമായിട്ടൊക്കെ ഉയർച്ച ആളാണ്, എനിക്ക് എന്തൊക്കെയോ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കളവ് ചെയ്യുന്ന. അതുമല്ലാതെ ചില കുട്ടികൾ ചില സംഗതികളോടുള്ള അമിത ഭ്രമം കാരണം, പുതിയ പുതിയ സാധനങ്ങളോട്, പുതിയ പുതിയ വസ്തുക്കളോടൊക്കെ ഉള്ള താല്പര്യം കാരണം കളവ് നടത്തുന്ന കുട്ടികൾ. പിന്നെ ചില കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തുചാട്ടമുള്ള കുട്ടികൾ. എടുത്തുചാട്ടമുള്ള കുട്ടികൾ ഈ പറഞ്ഞ പോലെ കളവ് പിന്നെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവർക്ക് വെയിറ്റ് ചെയ്യാനുള്ള കഴിവില്ലാത്ത കുട്ടികൾ. മറ്റൊരു തരം കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലപ്റ്റോമാനിയ എന്ന് പറയുന്ന കളവ്, ഫാൻസി സ്റ്റീലിംഗ് എന്ന് പറഞ്ഞ സംഗതി. ഒരു സാധനം കണ്ടാൽ അതിന്റെ എടുത്തു, പക്ഷെ അവരത് ഉപയോഗിക്കില്ല. അങ്ങനെയുള്ള കുട്ടികൾക്കാണ് നമ്മുടെ ക്ലപ്റ്റോമാനിയ എന്ന് പറയുന്ന സംഗതി പറയാറ്. ഇതൊക്കെയാണ് ഈ കളവ് സ്വഭാവത്തിന്റെ ഒരു പ്രത്യേകത. പിന്നെ കളവ് പറയുന്ന ആൾക്ക് പ്ലഷറിന് വേണ്ടിയിട്ടും നമ്മൾ പറഞ്ഞ ഫാന്റസി ലൈൻ എന്നൊക്കെ പറഞ്ഞ സംഗതി ഉണ്ട്, അത് വിട്ടുപോയതാണ്. അപ്പൊ എന്റെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഈ കുട്ടി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്കൂളിൽ നിന്ന് ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ആൾക്കാർ കളവ്. അപ്പൊ ഞാൻ പറഞ്ഞ സംഭവം കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഈ കളവ്. അവന് ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ട്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ ഈ കുട്ടീനെ മലയാളം മീഡിയം സ്കൂളിലേക്ക് മാറ്റി. അപ്പൊ ആ പുതിയ സ്കൂൾ ജോയിൻ ചെയ്ത സമയത്ത് അവനോട് എല്ലാ കുട്ടികളും ചോദിക്കും, നീ എന്തുകൊണ്ടാണ് പഴയ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറിയെന്ന് ചോദിക്കും. അപ്പം അവൻ വളരെ രസകരമായിട്ട് അതിന്റെ കഥകൾ പറയും. ഞാൻ പഴയ സ്കൂളിലെ പ്രിൻസിപ്പളെ തല്ലിയിട്ടാണ് എന്നെ പുറത്താക്കിയതാണ്, അങ്ങനെയാണ് ഞാനിവിടെ വന്നത്. അങ്ങനെ കഥ ആ സ്കൂൾ മുഴുവൻ വളരെ വളരെ പെട്ടെന്ന് തന്നെ പടർന്നു ശരിക്കും. അങ്ങനെയാണ് അവിടെയുള്ള സ്കൂളിലെ പ്രിൻസിപ്പള് ഇവരമ്മേനെ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. അപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. അവന് ആളുകളെ കിട്ടാനും കമ്പനി കിട്ടാനും കഥകൾ പറയാനും ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് ഇതേപോലുള്ള ബഡായി കഥകൾ അവൻ പറഞ്ഞിട്ട് അതിലൂടെ ഒരു പ്ലഷർ കിട്ടുന്നത്. അവൻ നമുക്കറിയാം, എന്റെ വീട്ടിൽ അതുണ്ടായിട്ടുണ്ട്, ഇതുണ്ടായിട്ടുണ്ട്, ഞാൻ അങ്ങനെയായിരുന്നു, ഞാനിത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമുക്ക് വിശ്വസിക്കാൻ പോലും പ്രയാസമുള്ള കളവുകൾ വളരെ വിദഗ്ധമായിട്ട് പറയുന്ന കൂട്ടുകാർ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അത്തരം ആൾക്കാര് ചിലപ്പോൾ ചില കുട്ടികൾ ഒരു ഫാന്റസിയുടെ വേൾഡിൽ കളവ് പറയും. ഇപ്പൊ ഉദാഹരണം, ഞാൻ റോഡ് പോയേക്കുമ്പോൾ പെട്ടെന്ന് ഒരു ആനനെ കണ്ടു എന്നൊക്കെ പറയുന്നത് അതൊരു അവരുടെ ഇമാജിനേഷനുള്ള സംഗതി. അത് കുട്ടിക്കാലത്ത് തുടങ്ങിയിട്ട് അത് കുറച്ചു കാലം കഴിയുമ്പോൾ നിന്ന് പോകേണ്ട കളവുകളാണ്. പക്ഷെ ചില കുട്ടികൾ അത്തരം കളവുകൾ നീണ്ടു നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. മറ്റൊരു സംഗതി എന്ന് പറയുന്നത്, ഇപ്പം ദേഷ്യം പിടിച്ചിട്ട് കുട്ടികൾ തുപ്പുക എന്ന് പറയുന്നത്, ചിലപ്പോൾ ഈ OCD പോലുള്ള അസുഖമുള്ള കുട്ടികൾ തുപ്പാറുണ്ട്. രണ്ടാമത് ദേഷ്യം പിടിച്ചിട്ട് തുപ്പുന്ന ആൾക്കാർ, അത് നമ്മൾ പിന്നെ ബിഹേവിയർ പ്രോബ്ലത്തിന്റെ ഭാഗത്ത്. ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ അടിക്കുന്നതും ഇടിക്കുന്നതും സ്വന്തം ഉപദ്രവിക്കുന്നതും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതൊക്കെ ഒരേ കാറ്റഗറി തന്നെയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ സെൽഫ് ഹാം ചെയ്യുന്ന, സ്വന്തം തലയിടിക്കുകയൊക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് വേറെ എന്തെങ്കിലും സെൻസറി പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. അതേപോലെ തന്നെ അവർക്ക് വേറെ ബുദ്ധിപരമായിട്ട് കഴിവുള്ള കുട്ടികൾ തന്നെയാണോ ഇത് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള വേറെ എന്തെങ്കിലും ഇമോഷണൽ ഇഷ്യൂസ് കാരണമാണോ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് നോക്കണം. അല്ലാത്തൊക്കെ ബിഹേവിയർ പ്രോബ്ലം ആണ്. അവർ തലക്കിടിക്കുന്ന സമയത്ത് നമുക്ക് അവരോട് അലിവ് തോന്നുകയും അവര് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഒരു തുപ്പുന്ന കുട്ടി തുപ്പിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചെയ്തു കൊടുക്കുന്ന ഒരു അവസ്ഥ ഉള്ളത് കൊണ്ടാണ് ഈ തുപ്പുക എന്ന് പറയുന്ന സംഗതി കുട്ടികൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. കരയുന്ന കുട്ടികളും അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ സാധനങ്ങൾ വലിച്ചെറിയുക, സാധനങ്ങൾ പൊട്ടിക്കുക, നശിപ്പിക്കുക, നശീകരിക്കുക, ഇതൊക്കെ ഒരേ കാറ്റഗറി തന്നെയാണ്. ഈ കാറ്റഗറിക്ക് വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം വാശി, ഇതേപോലെയുള്ള ദുർവാശി, അതേപോലെ തന്നെ വാശിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ഈ പറഞ്ഞ പരിപാടികളൊക്കെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതിൽ വാശി പിടിപ്പിക്കുന്ന അവസരങ്ങൾ പരമാവധി കുറയ്ക്കുക. അവന് ആൾക്കാരെ മുന്നിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് ദേഷ്യപ്പെടുത്തുന്നതും ചീത്ത പറയുന്നതൊക്കെ നമ്മൾ നിർത്തുക. നേരെ മറിച്ച് അവൻ വാശി പിടിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു കാര്യം നടക്കില്ല എന്ന് ഉറപ്പുവരുത്തുക. അത് വീട്ടിലെല്ലാവരും ഒരേപോലെ അത് ആവർത്തിക്കുക എന്നുള്ള സംഗതിയാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സ്ട്രോങ് ആണെന്ന് അവർക്ക് തോന്നും. നമ്മൾ സ്ട്രോങ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുട്ടി വീക്ക് ആവും. കുട്ടി സ്ട്രോങ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ വീക്ക് ആവുന്നത്. നമ്മൾ എവിടെയാണോ സ്ട്രോങ് ആവേണ്ടത് അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. അപ്പൊ പലർക്കും പല അഭിപ്രായം ഉണ്ടാവും. കുട്ടികളെ തല്ലാൻ പാടുണ്ടോ, ദേഷ്യം പിടിക്കാൻ പാടുണ്ടോ, കുട്ടികൾ തിരിച്ചു പറയാൻ പാടുണ്ടോ എന്നൊക്കെ. പിന്നെ
എൻ്റെ ഒരു അഭിപ്രായത്തില് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ചെറുതായിട്ടൊക്കെ നമുക്ക് അടിക്കുകയൊക്കെ ചെയ്യാം. അടിക്കാതെ തന്നെ സ്വഭാവങ്ങൾ റെഡിയാക്കുന്നതാണ്. നല്ല പേടിപ്പെടുത്തുകയും അടിക്കുകയൊന്നും ചെയ്യാതെ ജനറ്റിക്കലി മനുഷ്യന്മാർ ഒരു കാര്യം ചെയ്യാറില്ല. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളിപ്പം പല കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നത് പോലീസ് പിടിക്കുന്നു, കേസാവുന്നു, ജയിലിൽ പോകേണ്ടി വരുന്നു ഒക്കെ പേടിച്ചിട്ടാണ് ചില സ്വഭാവങ്ങൾ നമ്മൾ ഇല്ലാണ്ടാക്കുന്നത്. രണ്ടാമത്തത് ആളുകളെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നത് നമ്മള് പിന്നെ നമ്മൾ വഷളന്മാരാവും, നമ്മൾ നാണം കെടും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ. അതുകൊണ്ട് കുട്ടികൾക്ക് എപ്പോഴും നമ്മളൊരു സെൽഫ് എസ്റ്റീം ഉണ്ടാക്കണം. സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു നിലയും വിലയൊക്കെ ഉണ്ടാകും. ആ നിലയും വിലയൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടിയൊക്കെ തന്നെ ഒരു തോന്നലുണ്ടാവും, ഈ നിലയും വിലയും നഷ്ടപ്പെട്ടു പോയത്, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും അത് എന്റെ ബ്രാൻഡ് ബിൽഡ് ചെയ്ത് വെക്കേണ്ടത്, ബ്രാൻഡ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കേണ്ടത് എന്റെ കടമയാണ് എന്ന തരത്തിൽ. പ്രത്യേകിച്ച് നമ്മൾ തന്നെ പേരൻസിന് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ഇത്തരത്തിലുള്ള നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ പറഞ്ഞ കുട്ടികളെ ഈ സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അനുവദിച്ചു കൊടുക്കാറുണ്ട്. നമ്മളിപ്പോ അവരുടെ മാനം നാണം എന്നൊക്കെ പറയുന്നത് നമ്മൾ കെടുത്തി കളയാണ് ശരിക്കും. കുട്ടികൾക്ക് പ്രത്യേകിച്ച് സെൽഫ് റെസ്പെക്ട് ഉണ്ട്. നമ്മൾ പറയാണ് കുട്ടിനോട്, നിങ്ങൾ ഐ എക്സ്പെക്ട് ദിസ് കൈൻഡ് ഓഫ് ബിഹേവിയർ, യു ആർ ഗുഡ്. നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ ഒരു പ്രായത്തിൽ ഈ സ്വഭാവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, കാരണം ഇത്ര സ്വഭാവം കാണിക്കുന്ന ഒരു കുട്ടി നിങ്ങൾ യു ആർ റിയലി അപ്രീഷിയേറ്റഡ്. അപ്പൊ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ കുട്ടി കേട്ട് കേട്ട് തന്നെ എനിക്ക് കുറച്ച് റെസ്പെക്ട് കിട്ടണം, എനിക്ക് ബഹുമാനം കിട്ടണം, എനിക്ക് ആദരവ് കിട്ടണം, അത് എൻജോയ് ചെയ്ത് തുടങ്ങിയാണ്ടല്ലോ കുട്ടികൾക്ക് അത് നഷ്ടപ്പെടുന്നതിൽ ഭയങ്കര ഭയം ഉണ്ടാവും. അത് നഷ്ടപ്പെടുത്താതിരിക്കും. ഉദാഹരണത്തിന് നമുക്കിപ്പോ ഞാൻ എപ്പോ ക്ലാസ്സിൽ സമയത്തിന് പോകുന്ന ആളാണ്. അതുകൊണ്ട് എനിക്കൊരു നിലയും വിലയൊക്കെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസവും ക്ലാസ്സിൽ ലേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. ഞാൻ എല്ലാ ദിവസവും ക്ലാസ്സിൽ പോകുന്ന ഒരാളാണ്. ക്ലാസ്സിലെ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനുമായിട്ട് എന്താ ജവാദ് വരാത്തതെന്ന് നോക്കുന്ന ഒരു ടീച്ചറാണ് എനിക്കുള്ളതെങ്കിൽ ഞാനിപ്പോ എങ്ങനെയെങ്കിലും നാളെ എങ്ങനെ സ്കൂളിൽ ആരെങ്കിലും വെച്ചാലും എന്തെങ്കിലും പറ്റിയാലും രോഗമായി കഴിഞ്ഞാലും എങ്ങനെയെങ്കിലും സ്കൂളിൽ പോകണം എന്നുള്ള. കാരണം സ്കൂളിൽ എനിക്ക് നിലയും വിലയുണ്ട്, എന്നെ പരിഗണിക്കുന്നുണ്ട്, എനിക്ക് അവിടെ ഭയങ്കര പൊസിഷൻ ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ സ്കൂളിലേക്ക് പോകാനും അവിടെ നല്ല ബിഹേവിയർ കാണിക്കാൻ ഞാൻ ശ്രമിക്കും. അവിടെ ഞാൻ ഒരിക്കലും മോശമാവരുത്, എന്റെ നല്ല മുഖം മാത്രമേ അവിടെ വരുള്ളൂ എന്നുള്ളത് ഞാൻ ഉറപ്പുവരുത്തും. നേരെ മറിച്ച് നമ്മുടെ വീടുകളിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു നിലയും വിലയില്ലാണ്ടാക്കി പിന്നെ ഒരു തറപ്പണിയെടുക്കും. നമുക്കറിയാൻ പറ്റും, നമ്മൾ ഒരു സമൂഹത്തിൽ നിലയും വിലയൊക്കെ ഉള്ള ആൾക്കാരാണ്. വേറെ എവിടെയും പോയിട്ട് കച്ചറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊതുവെ നമ്മൾ പോകില്ല. പക്ഷെ കച്ചറയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒരേടെ പോയി കഴിഞ്ഞാൽ കച്ചറ ഉണ്ടാക്കും. കാരണം ഓരിക്കൊന്നും നഷ്ടപ്പെടാനില്ല. അങ്ങനെ ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത കുട്ടികളായിട്ട് നിങ്ങൾ കുട്ടികളെ വളർത്തരുത്. ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ നഷ്ടപ്പെടും എന്നുള്ള ഒരു സ്വഭാവം, ഒരു ചിന്ത കുട്ടികളിൽ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ സ്വഭാവം, പിന്നെ കുട്ടികൾക്ക് സ്കില്ലാണ്. നമ്മൾ പഠനത്തെക്കാളൊക്കെ അപ്പുറത്ത് സാമൂഹ്യപരമായിട്ടുള്ള മാനുഷികപരമായിട്ടുള്ള സ്വഭാവപരമായിട്ടുള്ള കഴിവുകൾ വളർത്തിയെടുക്കാനുള്ള പരിപാടികളും അത്തരം ആക്ടിവിറ്റീസുകളും അത്തരം സമ്പർക്കങ്ങളും അത്തരം വ്യക്തികളും അത്തരം പ്രോഗ്രാമുകളും അത്തരം ഒരു ഗ്രൂപ്പുകളിലൊക്കെ കുട്ടി വളരെ നിരന്തരമായിട്ട് പങ്കെടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള സ്വഭാവ പ്രശ്നങ്ങളിൽ അതിജീവിക്കാൻ വേണ്ടി കുട്ടിക്ക് പറ്റും. അതേപോലെ തന്നെ മറ്റു കുട്ടികളിൽ നിന്ന് പഠിച്ചെടുക്കുന്ന ചില സ്വഭാവം, ചിലതൊക്കെ പഠിക്കാൻ വേണ്ട. ഉദാഹരണത്തിന് എന്നോട് നിങ്ങൾ ചോദിച്ചാൽ ചീത്ത വിളിക്കാൻ അറിയാന്ന് വെച്ചാൽ നന്നായിട്ട് വിളിക്കാൻ അറിയാം. പക്ഷെ എവിടെ വിളിക്കണം, എങ്ങനെ വിളിക്കണം, എത്രത്തോളം വിളിക്കണം എന്നുള്ളതും ഞാൻ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഈ മോശം ബിഹേവിയർ ഒന്നും അറിയരുത് എന്നൊന്നും പറയുന്നില്ല, ഇതൊക്കെ അറിയാം. പക്ഷെ വേണ്ടിടത്തിൽ വേണ്ട പോലെ മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നും കൂടി നമ്മൾ പഠിച്ചാൽ അങ്ങനെ തന്നെ കുട്ടികൾ പഠിക്കുകയും ചെയ്യും. എല്ലാത്തിനും കഴിവുള്ള, എല്ലാത്തിനെയും നേരിടാൻ പറ്റുന്ന അത്ര സ്ട്രോങ് ആയിട്ടുള്ള കുട്ടികളെയാണ് നമ്മൾ വളർത്തിയെടുക്കുന്നത്. ഞാൻ നിങ്ങൾ പറഞ്ഞ ഏകദേശം തുപ്പുന്ന സ്വഭാവമൊക്കെ അതേപോലെ തന്നെ വരുന്ന സ്വഭാവം, സ്പിറ്റിംഗ് ബിഹേവിയർ ഒക്കെ. ഇനി ഒരു കുട്ടി ബുദ്ധിക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ ഓട്ടിസം പോലെയുള്ള എന്തെങ്കിലും ഡെവലപ്മെന്റൽ ഡിസബിലിറ്റി കൊണ്ടാണോ കുട്ടി ചെയ്യുന്നതെങ്കിൽ അതിനെ വേറെ തരത്തിലാണ് ട്രീറ്റ്മെന്റ്. ഉദാഹരണത്തിന് എനിക്കൊരു ഓട്ടിസം ഉള്ള കുട്ടി ഉണ്ടായിരുന്നു. ഇപ്പൊ ഓട്ടിസം ഉള്ള കുട്ടി സ്പീച്ച് തെറാപ്പിക്ക് പോയിട്ട്, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ സ്പീച്ച് തെറാപ്പിക്ക് പോകുമ്പോൾ ഒരു തുപ്പിയിട്ട് സ്പീച്ച് തെറാപ്പി നടക്കുന്നുണ്ട്. അങ്ങനെയാണ് സൈക്കോളജിസ്റ്റ് ചെയ്ത് പോയിട്ട് ഈ സ്വഭാവം മാറ്റിയാലേ ഞങ്ങൾക്ക് സ്പീച്ച് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മളെടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഇതിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവരെ
എങ്ങനെയൊക്കെയാണോ നമുക്ക് അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റുക, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ സ്കില്ലാണ് കുട്ടിക്ക് കുറവുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് ഈ കുട്ടിയെ നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇതിൽ നമ്മൾ ചെയ്യാം. അപ്പം നമുക്ക് ഈ തരത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ നമുക്ക് നിയന്ത്രിച്ചിട്ട് ഒന്ന് പാരന്റൽ മാനേജ്മെന്റ് ട്രെയിനിങ്, പാരന്റ്സിന് കൃത്യമായിട്ട് അതിനെ കുറിച്ചിട്ടുള്ള ധാരണ ഉണ്ടാവണം ഒന്നാമത്തത്. രണ്ടാമത്തത് ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ ബിഹേവിയർ പ്രിൻസിപ്പിൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. പിന്നെ നമ്മളെ കൊണ്ടാവുന്നില്ലെങ്കിൽ അതിന്റെ ഒരു എക്സ്പേർട്ടുമായിട്ട് സംസാരിച്ചിട്ട് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ചെയ്തിട്ട് അത് റെഡിയാക്കി കൊണ്ടുവരുന്നതായിരിക്കും കൂടുതൽ നന്നാവും. ഓക്കെ, വേറെ ഇനി എന്താണ് ചോദിക്കാനുള്ളത്? ഇനി എന്താണ് ഞാൻ പഠന സ്വഭാവമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതിന് മുമ്പ് ഈ ബിഹേവിയർ പ്രോബ്ലംസിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇനി മനസ്സിലാവാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ചോദിക്കാം. എന്നിട്ട് ഞാൻ പഠന പ്രശ്നങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കാം. ബിഹേവിയർ പ്രശ്നങ്ങൾക്ക് തെറാപ്പി ആവശ്യമുണ്ടോ? ഉണ്ട്. നിങ്ങളെ നിയന്ത്രിച്ചിട്ട് നിങ്ങളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും നിങ്ങളെ കൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും ചെയ്തിട്ടൊന്നും അത് വർക്കാവുന്നില്ലെങ്കിൽ ബെറ്റർ യു മീറ്റ് എ ഗുഡ് സൈക്കോളജിസ്റ്റ്, ക്വാളിഫൈഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവരുടെ അഭിപ്രായം കൊണ്ട് നോക്കിയിട്ട് ഈ സ്വഭാവ നിയന്ത്രണത്തിന് ആവശ്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം നോക്കിയിട്ട് അതിൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുക. അതാണ് വേണ്ടത്. അപ്പൊ അത് ആ തരത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഡെവലപ്പ് ചെയ്തിട്ട് കൊണ്ടുവരുവാണ് വേണ്ടത്. ഓക്കെ, പിന്നെ ഇമോഷണൽ പ്രശ്നങ്ങൾ കൊണ്ട് ബിഹേവിയർ പ്രശ്നം ഉണ്ടാവുക. ഇമോഷണൽ പ്രശ്നം കൊണ്ട് ബിഹേവിയർ പ്രോബ്ലംസ് ഉണ്ടാവാം. ഇമോഷണൽ പ്രശ്നം ഇപ്പൊ ഇമോഷണൽ പ്രോബ്ലത്തിലാണ് വരുന്നത്. ഇപ്പം സങ്കടം, അതേപോലെ തന്നെ ദുഃഖം, ഡിപ്രഷൻ. കുട്ടികൾക്ക് ഡിപ്രഷൻ വന്നു കഴിഞ്ഞാലും ഡിസ്ട്രസ് വന്നു കഴിഞ്ഞാലൊക്കെ ബിഹേവിയർ പ്രോബ്ലംസ് ആണ് കൂടുതൽ ഉണ്ടാവുക. വാശിപിടുത്തവും ഭയങ്കരമായിട്ടുള്ള അഗ്രസീവ് ബിഹേവിയർ കാണിക്കുന്നത് ചിലപ്പോൾ കുട്ടികളിൽ ഡിപ്രഷൻ വന്നത് കൊണ്ടായിരിക്കാം. പിന്നെ ലൈക്ക് സ്റ്റേ വിത്ത് ഗ്രാൻഡ് പാരന്റ്സ്. നമ്മൾ ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെ ജീവിക്കുന്ന പ്രശ്നമൊന്നുമില്ല. ഗ്രാൻഡ് പാരന്റ്സ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട സാധനം വെച്ചാല് ഗ്രാൻഡ് പാരന്റ്സിനാണ് ശരിക്കും നമ്മൾ ട്രെയിനിങ് കൊടുക്കേണ്ടത്. അവരെങ്ങനെ ബിഹേവ് ചെയ്യണം. അതിൽ നമ്മുടെ കൾച്ചറിൽ നമുക്കൊരു ബൗണ്ടറി ഇല്ല. ഒരു കുട്ടിയുടെ കാര്യത്തിൽ ഗ്രാൻഡ് പാരന്റ്സിന് വേറെ അഭിപ്രായമായിരിക്കും, പാരന്റ്സിന് വേറെ അഭിപ്രായമായിരിക്കും, വീട്ടിൽ വേറെ അഭിപ്രായമായിരിക്കും. ഇത് പാടില്ല. ആ കുട്ടീന്റെ കാര്യങ്ങൾ ഇപ്പൊ ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്തൊരു കുട്ടിയുടെ വിഷയം വന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പാരന്റ്സിനോട് ചോദിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. യുവർ ഗാർഡിയൻ ഈസ് യുവർ പാരന്റ്, ഫാദർ. അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള പിന്നെ പറഞ്ഞ പോലെ ഒരു ബൗണ്ടറി ഇല്ല. കുട്ടികൾ ആര് പറയുന്നത് കേൾക്കണം, നിങ്ങൾ ചെയ്തെന്നില്ല ഗ്രാൻഡ് പാരന്റ്സ് ചെയ്തു തരും, ഉപ്പാപ്പ ചെയ്തു തരും, ഉമ്മാമ്മ ചെയ്തു തരും. നിങ്ങൾ പൈസ തന്നിട്ടില്ലെങ്കിൽ നിങ്ങളെ പൈസ എനിക്ക് വേണ്ട, ഞാൻ ഉപ്പാപ്പാനോട് വാങ്ങിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ഒരു കുട്ടികളാണ് നമ്മുടെ നാട്ടില്. അതുകൊണ്ട് തന്നെ കുട്ടികൾ നന്നാവൂല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. ഇപ്പൊ വീട്ടിലാദ്യം നടക്കുക. ഇപ്പൊ പാരന്റ്സിന്റെ കൂടെ നിൽക്കുന്നതാണ്. അല്ലാത്താണെങ്കിൽ അവർ വേറെ വഴി കണ്ടിട്ട് നമ്മൾ കൃത്യമായിട്ട് കുട്ടികളുടെ ബിഹേവിയറിൽ മോണിറ്റർ ചെയ്തിട്ട് പോകാൻ വേണ്ടി പറ്റും. നമ്മൾ അതിൽ ഒരു കീ പോസ്റ്റ് തന്നെ നിൽക്കണം. അത് കൺസിസ്റ്റന്റ് ആയിരിക്കണം. നമ്മൾ ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് തരൂല എന്ന് പറഞ്ഞാൽ തരൂല എന്ന് തന്നെയാണ് അർത്ഥം. പിന്നെ രണ്ടാമത്തെ ചോദ്യത്തിന് അവിടെ ഒരു സ്കോപ്പില്ല എന്നുള്ളത് വേണം. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ പിന്നെ സാറിനോട് ഒന്നും കൂടി ചോദിച്ചു കഴിഞ്ഞാൽ നടക്കും തോന്നിക്കഴിഞ്ഞാൽ ഒന്നും കൂടി ചോദിക്കുന്ന ആൾക്കാർ വന്നോണ്ട്. അപ്പൊ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കൺഫേംഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുകയും ആ ഡിസിഷനിൽ ഉറച്ചു നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മളുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾ സ്വഭാവം കാണിക്കുന്ന കുട്ടികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പേരൻസ് ആണ് പ്രശ്നം. അവർക്ക് പാരന്റൽ മാനേജ്മെന്റ് ട്രെയിനിങ് പ്രിഎംപ്റ്റി ആണ് വേണ്ടി വരിക. നിങ്ങൾ എങ്ങനെ ബിഹേവിയറിനെ മാനേജ് ചെയ്യണം, അതിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ശരിക്കും പാരന്റ്സ് ആണ്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുട്ടീനെ മനസ്സിലാക്കുന്ന പാരന്റ്സ് ആയിരിക്കണം. കുട്ടികൾക്ക് ചില സ്വഭാവവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഞാൻ എങ്ങനെയാ ബിഹേവ് ചെയ്യേണ്ടത്, ഞങ്ങൾ വലിയ സംഭവമായിട്ട് ഇതൊന്നും ചെയ്യാത്ത ആളെ പോലെ നിന്നിട്ടൊന്നും കാര്യങ്ങൾ ചെയ്തിട്ടൊന്നും കാര്യമില്ല. നമ്മൾ കുട്ടികളോട് തമാശ പറയുകയും കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ് പതുക്കെ അവർ സോപ്പിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ കുട്ടികൾക്ക് എപ്പോഴും ഒരു സംഗതി ഉണ്ടാവണം. അപ്പൊ കാര്യങ്ങൾ പറഞ്ഞ് കമ്പനിക്കൊക്കെ ഉണ്ടാവും. പക്ഷെ
ചില കാര്യങ്ങൾ പറഞ്ഞു വാപ്പ ചെയ്തില്ലെങ്കിൽ വാപ്പാന്റെ സ്വഭാവം അങ്ങ് മാറും, പിന്നെ പണിയാവും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കുട്ടികൾ കമ്പനിയാണ്, സമാധാനമാണ്, കളിക്കും ചിരിക്കും തമാശ പറയും എല്ലാം ചെയ്തെല്ലാം കൊടുക്കും. പറഞ്ഞ പോലെ കേട്ടില്ലെങ്കിൽ പിന്നെ നമ്മള് മട്ടങ്ങ് മാറണം ശരിക്കും. അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പേരൻസ് ആണെങ്കിൽ ഇറ്റ്സ് ഈസി ടു മാനേജ് ചെയ്യാം, കുട്ടികളെ നന്നായിട്ട് എളുപ്പത്തിൽ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ലെങ്കിൽ കുട്ടികളോട് വല്ലാണ്ട് അങ്ങ് ഫ്രീ പാരന്റ് ആയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഭയങ്കര സ്ട്രിക്റ്റ് പാരന്റ് ആയി കഴിഞ്ഞാൽ ഒരു ബാലൻസ്ഡ് പേരൻസ് ആയിരിക്കും. നമ്മൾ ഭയങ്കരമായിട്ട് ലീനിയന്റ് ആയിട്ടുള്ള പാരന്റ് ആയിട്ടും കാര്യമില്ല, ഭയങ്കര സ്ട്രിക്റ്റ് പാരന്റ് ഞാനാണ് പാരന്റ് എന്ന് പറഞ്ഞ പട്ടാള ചിട്ടയില് വളർത്തിയിട്ട് കാര്യമില്ല. നെയിൽ ബൈറ്റിംഗ് കുട്ടികൾക്ക് ഇപ്പൊ കൂടി വരുന്നു, ഇത് എന്താ ട്രീറ്റ്മെന്റ്? ഓക്കെ, നെയിൽ ബൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആങ്സൈറ്റി ഉള്ള കുട്ടികൾ നെയിൽ ബൈറ്റിംഗ്, സെൻസറി ഇഷ്യൂസ് ഉള്ള കുട്ടികൾ നെയിൽ ബൈറ്റിംഗ്. നെയിൽ ബൈറ്റ് ചെയ്യുന്ന സംഗതിച്ചാൽ ആങ്സൈറ്റി കുറക്കാനുള്ള ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഈ കൊടുക്കേണ്ടത്. സോഷ്യൽ സ്കിൽ ട്രെയിനിങ്, ആങ്സൈറ്റി കുറക്കാനുള്ള മാനേജ്മെന്റ്, അതൊക്കെയാണ് കൊടുക്കേണ്ടത്. അതിന്റെ കൂടെ തന്നെ വേണ്ട സംഗതി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെയിൽ ബൈറ്റ് ചെയ്യുന്ന സമയത്ത് ബൈറ്റ് ചെയ്യണ്ട എന്ന് പറയണ്ട, നേരെ പറഞ്ഞാൽ ആ ബൈറ്റ് ചെയ്യട്ടെ. നെയിൽ ബൈറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരോട് കൈ നന്നായിട്ട് കഴുകി വാഷ് ചെയ്ത് വരാൻ വേണ്ടി പറയും. ഒരു 3 times വാഷ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. ഇപ്പൊ ബൈറ്റ് ചെയ്ത് കണ്ടാലും മോനെ ഒന്ന് കൈ ഒന്ന് നന്നായിട്ട് സോപ്പ് ഇട്ടിട്ട് ഒരു 3 വട്ടം കഴുകിയിട്ട് വന്നോന്ന് പറയും. അതിന്റെ കൂടെ തന്നെ ആങ്സൈറ്റി മാനേജ് ചെയ്യാനുള്ള സംഗതികൾ, സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള സംഗതികളും സോഷ്യൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള സംഗതികളൊക്കെ നമ്മൾ സപ്പോർട്ടീവായിട്ട് കൊടുക്കുക എന്നുള്ള സംഗതിയാണ് അതിലുള്ളത്. അതിനാണ് ക്ലിനിക്കിൽ നമ്മൾ തലക്കടിക്കുന്ന കുട്ടികൾക്ക് സെൻസറി ഇഷ്യൂസ് ഉണ്ടാകുമോ, എങ്ങനെയാണ്? തലക്കടിക്കുന്ന സ്വഭാവം ചിലപ്പോൾ തലക്ക് ദേഷ്യം പിടിക്കുമ്പോൾ മാത്രം തലക്കടിക്കുന്ന കുട്ടികളാണെങ്കിൽ അത് ഈ അഗ്രഷന്റെ സെക്കൻഡറി ബിഹേവിയർ ആയിട്ടാണ് കാണുന്നത്. ഇനി അതല്ല, അല്ലാത്ത സമയത്ത് ഇടക്ക് പോയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിൽ തലക്കടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സൈക്കോളജിസ്റ്റിനെ കണ്ടാൽ അവർ പറഞ്ഞു തരുത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ്. ഒരു ബിഹേവിയറൽ അനാലിസിസ് അവർ നടത്തും. ബിഹേവിയർ അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും ഇത് ബിഹേവിയർ പ്രോബ്ലം ആണോ സെൻസറി പ്രോബ്ലം ആണോ എന്ന് പറഞ്ഞു. സെൻസറി ആണെങ്കിൽ നിങ്ങൾ ഒരു ഓക്കുപേഷൻ തെറാപ്പിസ്റ്റിനെ കാണേണ്ടി വരും, സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പി ചെയ്യേണ്ടി വരും. അതിന്റെ കൂടെ തന്നെ ബിഹേവിയർ മാനേജ്മെന്റും പാരന്റൽ മാനേജ്മെന്റും വേണ്ടി വരും. അത് കുട്ടിയുടെ ഏജും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമുക്കത് കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, വേറെ എന്താണ്? കുട്ടികൾ വളർത്തിയെടുക്കാൻ പറ്റുന്ന സ്കിൽ എന്തൊക്കെ? കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ട സ്കിൽ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സഹാനുഭൂതിയാണ്, എമ്പതി. എല്ലാ മനുഷ്യന്മാരെയും അവരുടെ വേദനകളൊക്കെ കാണാനും പ്രയാസങ്ങൾ കാണാനും അവരുടെ കൂടെ ഒരുമിച്ച് നിൽക്കാനും അവരുടെ പ്രയാസം, എന്റെ സംസാരവും എന്റെ പ്രവൃത്തിയും മറ്റുള്ള ആളുകൾക്ക് ഒരു അത് മറ്റുള്ള കുട്ടികൾക്ക് ഒരു പ്രയാസം ഉണ്ടാവരുന്നൊക്കെ വിശ്വസിക്കുകയും കാര്യങ്ങൾ ചെയ്യാനുള്ള ഒന്ന് സ്കിൽ, അതാണ് എമ്പതി ഉണ്ടാക്കുക. രണ്ടാമത്തത് കുട്ടികളിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാക്കുക. എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഇടപെടണം, എങ്ങനെ ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യണം, എങ്ങനെ റെസ്പെക്ട് ചെയ്യണം, ഇതൊക്കെ പഠിപ്പിക്കും. മൂന്നാമത്തെ നല്ല ഡിസിഷൻ മേക്കിംഗ്, അതേപോലെ തന്നെ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. ഒരു പ്രശ്നം വരുമ്പോൾ എങ്ങനെ പരിഹരിക്കണം, അതിന്റെ ഓൾട്ടർനേറ്റീവ്സ് എങ്ങനെ കണ്ടെത്തണം, എങ്ങനെ അതിന്റെ ലോജിക്കലി അതിനെ മറികടക്കണം, അതേപോലെ തന്നെ ആളുകളെ ഹേർട്ട് ചെയ്യാതെ എങ്ങനെ പെരുമാറണം, ഇങ്ങനെയുള്ള സംഗതികളൊക്കെയാണ് ബേസിക് ആയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ഒരു കാര്യത്തിലും അങ്ങനെ ഒരു ഷോർട്ട് കട്ടിലും ഈസി വേയും തിരഞ്ഞെടുക്കാതെ അതിന്റെ ഏറ്റവും റൈറ്റ് നമ്മൾ പറഞ്ഞ പോലെയുള്ള, നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ അടുക്ക പറയാറുണ്ട്, എനിക്ക് ശരിക്കും എനിക്ക് അപ്പോയിന്റ്മെന്റ് ഒന്നും കിട്ടൂലേ, ഞാൻ ഇവരെ പിടിച്ചിട്ട് ഇവരോട് പറഞ്ഞിട്ട് ഓരോട് റെക്കമെൻഡ് ചെയ്യിപ്പിച്ചിട്ട് എനിക്കത് കിട്ടിയതാ. സാധാരണഗതിയിൽ അങ്ങനെ എല്ലാവർക്കും എളുപ്പത്തിൽ കിട്ടും. നമ്മൾ വലിയ വർത്താനായിട്ട് ഈ ഷോർട്ട് കട്ടിനെ കുറിച്ചിട്ട് പേരൻസ് കുട്ടികളെ മുന്നിൽ നിന്ന് പറയാറുണ്ട്. പിന്നെ അവർ അതിനേക്കാളും ഷോർട്ട് കട്ടാണ് അവർ നോക്കുക. നമ്മൾ കുറച്ചും കൂടി എത്തിക്കൽ ആയിട്ടുള്ള ഷോർട്ട് കട്ടാണ് ചിലപ്പോൾ ഓരോ മുന്നിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അതിനേക്കാളും കുറച്ച് വികൃതമായിട്ടുള്ള ഷോർട്ട് കട്ടിലേക്ക് കുട്ടികൾ പോകുന്നതായിട്ട് കാണും. അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം, കുട്ടികളെ മുന്നിൽ നിന്ന് നമ്മൾ ചെയ്ത കുറെ ഷോർട്ട് കട്ടുകളെ കുറിച്ചിട്ട് പറയാതിരിക്കുക എന്നുള്ളതും കുട്ടിയുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. നേരത്തെ ഒരാൾ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മൊബൈൽ കിട്ടാതിരിക്കുമ്പോൾ കുട്ടികളെ നമ്മളെ ഉപദ്രവിക്കുക, നമ്മൾ ഉപദ്രവിച്ചു കഴിഞ്ഞിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് വീണ്ടും ഉപദ്രവിക്കുന്നത്. നമ്മൾ ഉപദ്രവിച്ചു കഴിഞ്ഞിട്ട് 10 ദിവസം കൊടുത്തില്ലെങ്കിൽ പിന്നെ ഉപദ്രവിക്കുന്നത് നിർത്തും. നമ്മൾ ഉപദ്രവിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നത്, പിന്നെ വേറൊരാൾ പറഞ്ഞൊരു പ്രോബ്ലം എന്ന് പറയുന്നത് കുട്ടികൾ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക എന്നുള്ള സംഗതിയാണ്. അല്ലെങ്കിൽ വീട്ടിലുള്ള ഭക്ഷണം വേണ്ട, പുറത്തുള്ള ഭക്ഷണങ്ങൾ അമിതമായിട്ട് കൊടുക്കാണ്ട് ഒരു ടൈമും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് കൊടുക്കുക. ഭക്ഷണം അല്ലാത്ത കുട്ടികൾക്ക് എല്ലാ ദിവസവും കുട്ടികൾക്ക് ഇഷ്ടമുള്ള, ചില പേരൻസ് ഒക്കെ വലിയ പായ്യാരായിട്ട് പറയാറുണ്ട്,
പിന്നെ ഞങ്ങളുടെ വീട്ടില് ചിക്കൻ പൊരിച്ചതുണ്ടെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും ഫുഡ് ഇറങ്ങുള്ളൂ എന്നൊക്കെ. എന്റെ അഭിപ്രായത്തില് വീട്ടിൽ കുട്ടിയൊക്കെ ഇഷ്ടമുള്ള ഒരു മെനു ആഴ്ചക്ക് ഒരു ദിവസം കാണാം. എല്ലപ്പോ അതൊരു ശീലാക്കണ്ട. കാരണം അവര് പിന്നെ ഹോസ്റ്റലിൽ പോയിട്ട് പഠിക്കുമ്പോഴും വേറെ പുറത്തു പോകുമ്പോഴും ഭക്ഷണം ശരിയാവാത്തതും പ്രശ്നങ്ങളൊക്കെ ഈ കുട്ടികൾക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. എല്ലാ ദിവസവും പുറത്തുനിന്ന് കഴിക്കുന്ന സ്വഭാവം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത് ആരോഗ്യത്തിനും നല്ലതല്ല, സാമ്പത്തിക അവസ്ഥക്കും നല്ലതല്ലാത്തതുകൊണ്ട് നമ്മൾ അത്തരം സ്വഭാവത്തെ പ്രോത്സാഹിപ്പിക്കും. വീട്ടിൽ നല്ല ഫുഡുകൾ നല്ല രീതിയിൽ ഉണ്ടാക്കുക, വളരെ പ്രാകൃതമായിട്ടുള്ള ഫുഡ് ശൈലികൾ മാറ്റുക, ആരോഗ്യകരമായിട്ടുള്ള ഫുഡിലേക്ക് കുട്ടികളെ എത്തിക്കുക. ഫുഡും ആരോഗ്യം എപ്പോഴും നമ്മൾ കുട്ടികളോട് സംസാരിക്കേണ്ട ആരോഗ്യത്തെ കുറിച്ചിട്ടാണ്. ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയുന്ന സാധനത്തെ കുറിച്ചിട്ട് നമ്മൾ കൂടുതൽ സംസാരിക്കുകയും ഹെൽത്തി ബിഹേവിയർ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം, അങ്ങനെ കുട്ടികൾ പൊതുവെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള ഒരു പ്രവൃത്തിയിലേക്കും പോകാനുള്ള സാധ്യത കുറവായിരിക്കും. നമ്മളെപ്പോഴും ആരോഗ്യമാണ് എല്ലാം, ആരോഗ്യത്തിന് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ ചെയ്യണം എന്ന് കുട്ടികളെ പഠിപ്പിച്ചിട്ട് കൊണ്ടുവരികയാണെങ്കിൽ കുറെ കാര്യങ്ങൾ ചെയ്ത് റെഡിയാക്കി കൊണ്ടുവരാൻ വേണ്ടി പറ്റും. കുറെ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. ഇതിന്റെ മെസ്സേജ് ഞാൻ കണ്ടിട്ടില്ല, ഞാനത് നോക്കിയിട്ട് പറയാം എന്തൊക്കെയാണ് അതിന് ശേഷം വന്ന സംശയങ്ങൾ. ഒറ്റ മിനിറ്റ്. ഓക്കെ, ഇതിൽ നിന്ന് നിങ്ങളുടെ മെസ്സേജുകൾ എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. ഷബീബായി, ഹലോ ജോ സാറേ, എനിക്കിപ്പോ അവർ ലാസ്റ്റ് അയച്ച മെസ്സേജുകൾ കാണാൻ പറ്റില്ല. ഞാൻ ഇതിന്റെ ഹോസ്റ്റല്ലേ? പോസ്റ്റ് ആണല്ലോ. അതെന്താ ഞാൻ മെസ്സേജ് കാണാത്തത്? ഓക്കെ, 1 മിനിറ്റ്. കണ്ടു 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 കണ്ടു. അത് വേറൊരു മൊബൈൽ ഞാനിപ്പോ യൂസ് ചെയ്യുന്നത്, ഐ എം യൂസിങ് ഇൻ ഡിഫറെന്റ്. എന്റെ മൊബൈൽ ഇല്ലാത്തത് കൊണ്ടാണ് ചില കാര്യങ്ങളൊന്നും എനിക്ക് അത്ര ഹാൻഡി അല്ല. ഓക്കെ ഫൈൻ, നോ ഓക്കെ ഫൈൻ, ശരി. അപ്പൊ ഇതിലിപ്പം ഒരാൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ദേഷ്യമില്ലാത്ത തന്നെ ഒറ്റക്കിരിക്കുമ്പോൾ തുപ്പുക, തലക്കടിക്കുക, പറഞ്ഞിരിക്കുക, ഫിയേഴ്സ് ഓൾഡ് ചൈൽഡാണ്. സ്ക്രീൻ ഉണ്ടെങ്കിൽ മാത്രം ഭക്ഷണം കഴിക്കും. ഈ കുട്ടീനെ നിർബന്ധമായിട്ട്, ഞാൻ ഒന്നും പറയുന്നില്ല, ഈ കുട്ടീനെ നിർബന്ധമായിട്ട് നിങ്ങൾ സൈക്കോളജിസ്റ്റിനെ കാണിക്കുക. എന്നിട്ട് അവരൊന്ന് ഇവാലുവേഷൻ ചെയ്തിട്ട് അസസ്മെന്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ അവർ പറയും. ദേഷ്യമില്ലാതെ തന്നെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്, അത് നിങ്ങൾ പറഞ്ഞു, ഞാൻ വായിച്ചു. പിന്നെ അതിന് ശേഷം ദേഷ്യമില്ലാതെ തന്നെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അതിന് ഒരേ മെസ്സേജ് തന്നെയാണ്. സ്ക്രീൻ കിട്ടാതെ ഇരിക്കുമ്പോൾ മറ്റുള്ളവരെ ഹാം ചെയ്യുന്നത് എങ്ങനെ മാറ്റാം, അത് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ ഹാം ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അത് കുറച്ചാൽ തന്നെ 16 വയസ്സുള്ള മോൻ നല്ല വാശിക്കാരനാണ്, ബിഹേവിയർ തെറാപ്പി ചെയ്യുന്നുണ്ട്, വലിയ മാറ്റമില്ല. കുട്ടികളുടെ വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ബിഹേവിയറൽ തെറാപ്പിയും ട്രെയിനിങ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ കുറെ കാലം നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ പെട്ടെന്നൊന്നും മാറൂല. പണ്ടാരെ പറഞ്ഞ പോലെ ഒരു അടയ്ക്കയാണെങ്കിൽ കയ്യിൽ വെക്കാൻ പറ്റും, കവുങ്ങായി കഴിഞ്ഞാൽ പറ്റൂല. കുട്ടികളുടെ സ്വഭാവം കുട്ടികളെക്കാളും വലുതായി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണല്ലോ ക്രിമിനൽ സ്വഭാവമുള്ള ആൾക്കാരും കുട്ടികളുടെ ജയിലും ജുവനൈൽ ജസ്റ്റിസ് ബോർഡൊക്കെ വന്നിട്ടുള്ളത്. കുട്ടികളിൽ അതിക്രമം കാണിക്കുന്ന സംഗതികൾ ഉണ്ടാവുകയും അതിനെ നമ്മൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഒരുപാട് അതിക്രമം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു കുട്ടീനെ കണ്ടു, വടകര റെയിൽവേ സ്റ്റേഷനിൽ, നല്ല വീട്ടിലെ കുട്ടികളാണ്. വടകര റെയിൽവേ സ്റ്റേഷനിൽ 3 കുട്ടികൾ കൂടിയിട്ട് ഒരു ബൈക്ക് മോഷ്ടിച്ചു. 18 ദിവസത്തോളം അവർ പരസ്പരം ഉപയോഗിച്ചു. +1 പഠിക്കുന്ന കുട്ടികളാണ്. പോലീസ് പിടിച്ചു, കേസൊന്നും ആക്കാതെ വിട്ടിട്ടുണ്ട്. അപ്പൊ അയാൾക്ക് ബൈക്ക് തിരിച്ചു കൊടുത്തു. അങ്ങനെ അവരോട് 3 പേരോടും കൗൺസിലിങ്ങിന് പോകാൻ പറഞ്ഞു. അതില് ഞാൻ അവരെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള ചില ടീമുമായിട്ടും ഗ്രൂപ്പായിട്ടും നേരത്തെ എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട്. അത് എല്ലാം 16 വയസ്സുകാരാണ്. നേരത്തെ തന്നെ പല സ്വഭാവങ്ങളും, മോഷണവും മറ്റ് പല സ്വഭാവങ്ങളും ഉണ്ട്. അതൊന്നും പേരൻസിന് അത്ര വലിയ പ്രശ്നമായിരുന്നില്ല. പിന്നെ വലുതായപ്പം പ്രശ്നവും വലുതായി, അവരുടെ രീതിയും വലുതായി, അവർ വലിയ വലിയ ടീമുകളുമായിട്ട് ബന്ധപ്പെടാനും തുടങ്ങി. ഇപ്പൊ അവർക്ക് ഒരു പ്രശ്നമായി. നേരത്തെ തന്നെ അതിന് നമുക്ക് പ്രതിവിധി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബിഹേവിയർ പ്രോബ്ലംസ് ഉള്ള കുട്ടികൾക്ക് 1 വർഷമാണെങ്കിൽ 2 വർഷമാണെങ്കിലും നല്ല തെറാപ്പിസ്റ്റിന്റെ ഇരുന്ന്, നല്ല സൈക്കോളജിസ്റ്റിന്റെ ഇരുന്ന് പോയിട്ട് നിരന്തരമായിട്ടുള്ള ഒരു തെറാപ്പിയിലൂടെ മാറ്റിക്കൊണ്ടുവരിക എന്നുള്ള സംഗതിയാണുള്ളത്. അത് മാറ്റിയെടുക്കാൻ പറ്റും, ബട്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. തെറാപ്പി ചെയ്യുമ്പോൾ നല്ല മാറ്റമുണ്ട്. തെറാപ്പി നിർത്തിയാൽ തെറാപ്പി അങ്ങനെ കംപ്ലീറ്റ്ലി നിർത്താൻ പാടില്ല. ഞാനിപ്പോ ഒരു വിശേഷം കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ആദ്യ ആഴ്ചയിൽ 4 വട്ടം തന്നെ കാണും. എല്ലാ ആഴ്ചയും ഞാൻ കാണും, ഒരു മാസം. പിന്നത്തേത് മാസം ഞാൻ 2 തവണയെ കാണും.
പിന്നത്തെ എല്ലാ മാസവും ഞാൻ ചിലപ്പോൾ ഒരു തവണയെങ്കിലും കുട്ടീനെ കണ്ടിട്ടുണ്ട്, ഒരു കൊല്ലം വരെ കണ്ടിട്ടുണ്ട്. എന്റെ രീതി അങ്ങനെ. എന്റെ അനുഭവത്തിൽ ഒരു കുട്ടീനെ നമ്മൾ ഒരു വർഷമെങ്കിലും ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ 2 വർഷമൊക്കെ ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് കുട്ടീനെ റെഡിയാക്കി കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ ആദ്യങ്ങൾ അടുപ്പിച്ച് സെഷൻ കൊടുക്കുമായിരുന്നെങ്കിൽ ചിലപ്പോൾ ഡെയിലി വരുന്ന രീതിയിൽ ഒരു മാസം എത്തിച്ചിട്ടുണ്ടാവും. പിന്നെ ഒരു ആഴ്ചക്ക് ഒരു ദിവസം, ആഴ്ചക്ക് 2 ദിവസം, 2 ആഴ്ച കൂടുമ്പോ, 3 ആഴ്ച കൂടുമ്പോ, അല്ല 2 മാസം കൂടുമ്പോ ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് കൊണ്ടുവരിക ചെയ്യും. അതിലൂടെയാണ് കുട്ടികൾ മാറ്റം വരിക. നമ്മള് പിന്നെ കുട്ടികൾക്ക് സ്വഭാവ പ്രശ്നം ഉണ്ടാകുമ്പോൾ പേരൻസിന് ഒരു പ്രശ്നമുണ്ട്. പേരൻസ് വന്നിട്ട് ഓരിക്കുള്ള കുട്ടികൾ നിസ്കരിക്കുന്നില്ല, ഒരു വള്ളിയിൽ പോകുന്നില്ല, ഒരാഴ്ച ചെയ്യുന്നില്ല, ഇതെല്ലാം ചെയ്യിപ്പിച്ചു കൊടുക്കേണ്ട ആളാന്നുള്ള രീതിയിലാണ് ബിഹേവിയർ തെറാപ്പിസ്റ്റിന്റെ അടുത്ത് വരിക. അതൊന്നും ചെയ്യുകയും ചെയ്യില്ല. പെട്ടെന്ന് എല്ലാ സംഗതികളും എന്ത് ചെയ്യാൻ പറ്റുന്നത് പിന്നെ മാറ്റിക്കൊണ്ടുവരാനൊന്നും പറ്റൂല. അതൊക്കെ പതുക്കെ പല കാര്യങ്ങൾ, പല സ്വഭാവങ്ങൾ ഉണ്ടായി വന്നാലേ അതൊക്കെ റെഡി ആയിട്ട് വരുള്ളൂ. അപ്പൊ ആളുകൾക്ക് ഇങ്ങനെ ഇരിക്കുന്നതിന്റെ മുമ്പിൽ പിന്നെ അങ്ങനത്തെ സംഗതികൾ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ മുള്ളുമ്മൽ നിന്ന പോലെ ചെയ്താലും തെറാപ്പി ശരിയാവില്ല. തെറാപ്പി ഇത് സാധാരണ നമ്മൾ പറയും, ഒരു വടിയുമേൽ കയറ് ചുറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ്. വടിയുമേൽ കയറ് ചുറ്റുക എന്ന് പറഞ്ഞാൽ എളുപ്പം. അത്ര എളുപ്പമല്ല അത് തിരിച്ചു ചുറ്റാൻ. അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ വേറെ എന്തായിരുന്നു? പിന്നെ ഒരാൾ ചോദിച്ചൊരു ചോദ്യം, തെറാപ്പി ചെയ്യുമ്പോൾ തെറാപ്പി സെന്ററിന് മറ്റു കുട്ടികളുടെ ആക്ഷൻസും ബിഹേവിയറും വീട്ടിൽ വന്ന് കാണിക്കുന്നു. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത്തരം ചില കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലത്തെ ഒരു മോഡലിംഗ് സ്വഭാവം ഉണ്ടാവും. തെറാപ്പി സെന്ററുകൾ അങ്ങനെ, ഞങ്ങളൊക്കെ തെറാപ്പി സെന്ററിൽ നിന്ന് വേറെ കുട്ടികൾ അങ്ങനെ ബിഹേവിയർ ലേൺ ചെയ്യാനുള്ള അവസരം കൊടുക്കാറില്ല. അത് തെറാപ്പി സെന്ററിന്റെ കുഴപ്പമാണ് കുറെയൊക്കെ. അത്തരം തെറാപ്പി സെന്ററുകളിൽ പോവാതിരിക്കുക, അതാണ് പറയുന്നത്. 1-1.5 വയസ്സ് കഴിഞ്ഞ കുട്ടിയാണ്, ഫുഡ് കഴിക്കാൻ ഫോൺ വേണം, പിന്നെ ചില സമയം ആളുകൾ ഉപദ്രവിക്കുന്നു, എന്താ ചെയ്യുക, ദേഷ്യം വന്നാൽ അവന് തല നിലത്തടിക്കും. അവന് ബിഹേവിയർ ട്രെയിനിങ് വേണം. പേരൻസിനും പാരന്റൽ മാനേജ്മെന്റ് ട്രെയിനിങ് വേണം. അതേപോലെ തന്നെ ഫുഡ് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഫോൺ ഇല്ലാണ്ട് തന്നെ കൊടുക്കാം. ഫോൺ കഴിച്ചിട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിൽ കഴിക്കേണ്ടെന്ന് തന്നെ പറയും. ആളുകളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവനെ തിരിച്ചു നിങ്ങൾ ഉപദ്രവിക്കുന്നതിനോ, അല്ലെങ്കിൽ അവനുള്ള മൊബൈൽ കൊടുക്കുന്ന സമയമോ, അല്ലെങ്കിൽ അവന് സന്തോഷം കൊടുക്കുന്ന സമയങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒഴിവാക്കി കൊണ്ടുവരിക. പിന്നെ പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ നിങ്ങൾ സൈക്കോളജിസ്റ്റിനെ കാണുന്നതിന് അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും, അത് ഡയറക്റ്റ് ചെയ്യും. കുട്ടികളുടെ ചില സ്കില്ലുകൾ കുട്ടികളെ നശിപ്പിച്ചിട്ടുണ്ടാവും. എന്ത് ചെയ്യണം, അതിലൊന്ന് റെഡിയാക്കി കൈകി വെളുപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയ പണിയൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് കുട്ടികളെ നന്നായിട്ട് അലമ്പാക്കി വൃത്തികേടാക്കിയിട്ടാണ് സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുവരിക. ഓരെന്ത് ചെയ്യണം, തേച്ച് വെളുപ്പിച്ച് പുതിയതാക്കി കൊടുക്കണം. അപ്പൊ അതാണ് പല പേരൻസ് പ്രതീക്ഷിക്കുക. ചെറിയ കുട്ടികൾക്ക് വലിയ കുട്ടികൾക്ക് ഒരേ തരത്തിൽ ബിഹേവ് അല്ല, വലിയ കുട്ടികൾക്ക് കുറച്ചുകൂടിയും ഹയർ ലെവലുള്ള സ്കിൽ ഡെവലപ്മെന്റും സ്കിൽ ട്രെയിനിങ്ങും ഒക്കെയാണ് കുട്ടികൾക്ക് കൊടുക്കുക. ഇമോഷണൽ ട്രെയിനിങ്, സ്കിൽ ട്രെയിനിങ്, ഇതൊക്കെയാണ് വലിയ കുട്ടികൾക്കുള്ള തെറാപ്പി ആയിട്ട് കൊടുക്കുക. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ബിഹേവിയർ മോഡിഫിക്കേഷൻ, ബിഹേവിയർ ട്രെയിനിങ്, പാരന്റൽ മാനേജ്മെന്റ് ട്രെയിനിങ്, കണ്ടിജൻസി മാനേജ്മെന്റ് ട്രെയിനിങ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള. പിന്നെ നമ്മുടെ നാട്ടിൽ കുറെ സൈക്കോളജിസ്റ്റുകാർക്കും ഇതൊന്നും അറിഞ്ഞുകൂടാ. കാരണം അതിന്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ പലപ്പോഴും വിദ്യാർത്ഥികളെ കുട്ടികളെ ഈ പറഞ്ഞ പോലെ തെറാപ്പിക്ക് പോയിട്ടുണ്ട്, കൗൺസിലിങ്ങിന് പോയിട്ടുണ്ട് എന്നാണ്. പക്ഷെ അവർക്ക് അവരെന്താ ചെയ്തതെന്ന് വെച്ചുമ്പോൾ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ അറിഞ്ഞുകൂടിയായിരിക്കും. ഇങ്ങനെയുള്ള കുറെ പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ നിങ്ങൾ പാരന്റ്സിനെ മാത്രം ഞാൻ കുറ്റം പറയുന്നില്ല. മനഃശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എത്രത്തോളം ഇതിലൊക്കെ ട്രെയിൻഡ് ആണ്, ഇതൊക്കെ എത്രത്തോളം അറിയാം, ഇതിനൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ, നിങ്ങൾ എത്തിപ്പെടുന്നത് കൃത്യമായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതും ഒരു പരിധിവരെ പരിഹരിക്കാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ റോങ് സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അവിടെ കുറെ കാലം മൂത്ത കുട്ടിയും സ്വഭാവ പ്രശ്നങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പഠിക്കാം. അതുകൊണ്ട് തന്നെയാണ് വീട്ടിലെ സ്വഭാവം, ഒരു കുട്ടിയുടെ ബിഹേവിയർ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് കുട്ടിക്ക് ട്രെയിനിങ് വേണം, പേരൻസിന് ട്രെയിനിങ് വേണം, വീട്ടിലെ സിറ്റുവേഷൻസ് മാറണം. മുതിർന്നവർക്ക് സംസാരിക്കുന്നത്, അതാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുട്ടിക്ക് പറഞ്ഞു കൊടുത്തില്ല, ബൗണ്ടറി അറിയില്ല. നമ്മൾ തുടക്കത്തിൽ തന്നെ കുട്ടികൾ, അത് ചെറിയ കുട്ടിയാവുന്ന സമയത്ത് അങ്ങനെ പറയുമ്പോൾ തന്നെ, മോനെ വാപ്പ പറയുമ്പോൾ മോൻ പറയില്ല, മോനോട് നിൽക്ക്, വാപ്പ പറഞ്ഞു കഴിയട്ടെ. അപ്പൊ പിന്നെ അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ അങ്ങനെയുള്ള സംഗതികളൊക്കെ നേരത്തെ തന്നെ കുട്ടികൾ, അത് വാപ്പ പറഞ്ഞു ഞാൻ പറയട്ടെ. എന്റെ ഒരു കുട്ടി ഇതേപോലെ തന്നെ, ഞങ്ങൾ കാറിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് പിന്നെ ഞാനും വൈഫും കൂടി സംസാരിക്കുമ്പോൾ കുട്ടി കയറിയിട്ട് പറയും. മൂത്ത കുട്ടിക്ക് അറിയാം, ചെറിയ കുട്ടിക്ക് അറിയില്ല. അപ്പൊ അവനോട് മൂത്ത കുട്ടി പറഞ്ഞു കൊടുക്കും, മോനെ വാപ്പയും ഉമ്മയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് ചോദിക്കാൻ പാടുള്ളത്. അപ്പൊ മോൻ ചോദിക്കും, വാപ്പ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അപ്പൊ ഞാൻ പറയും, ഇപ്പൊ മോൻ ഇതൊന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് ചോദിച്ചു.
അപ്പൊ ഇങ്ങനെ ഒരു പെർമിഷൻ ചോദിക്കുന്ന ഒരു സംഗതി കുട്ടികൾക്ക് ചില ആൾക്കാരുണ്ട്, നമ്മളെ മുതിർന്ന ആൾക്കാരനെ ഫോണ് വിളിച്ചിട്ട് ചിലപ്പോൾ അവരുടെ കഥകളൊക്കെ പാടിക്ക് പറഞ്ഞു. നമ്മളിവിടെ വേറെ തിരക്കിലായിരിക്കും, അല്ലെങ്കിൽ കൗൺസിലിംഗ് സെഷനിലായിരിക്കും, ക്ലാസ്സിലായിരിക്കും, വേറെ എന്തോ ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ ഇടയിൽ ഒരു ചോദ്യം വർത്താനം ഉണ്ടാവില്ല. വലിയ ആൾക്കാരനെ അങ്ങോട്ട് ഒരു കൊട്ട അങ്ങ് പറയാ. ഞാൻ പറയും നിങ്ങൾ വെച്ച് പോയി, നിങ്ങൾക്ക് ഇപ്പൊ സമയമില്ല, എന്താ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ അപ്പോയിന്റ്മെന്റ് ഉണ്ട്, കേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങ് പറഞ്ഞോണ്ട്. നമ്മൾ ഇത്തരം കാര്യത്തിൽ മുതിർന്ന ആളുകൾക്ക് തന്നെ വലിയ ധാരണയും ഒരു സ്വഭാവമൊന്നും ഇല്ല. എന്നിട്ടുള്ള കുട്ടികളുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ പല സംഗതികൾ ആൾക്കാരോട് പറയുന്നത് നോക്കി പഠിക്കുന്നതാ കുട്ടികൾ. നമ്മൾ എന്നാ സംസാരത്തിൽ വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വാപ്പ എങ്ങനെയാ മോനോട് സംസാരിക്കുന്നത്, മോൻ എങ്ങനെയാ വാപ്പാനോട് സംസാരിക്കുന്നത്, ഉമ്മാനോട് എങ്ങനെയാ വാപ്പ സംസാരിക്കുന്നത്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വീട്ടിൽ അനിയനോട് എങ്ങനെയാ ചേട്ടനോട് എങ്ങനെ സംസാരിക്കുന്നത്, അവർ വരുമ്പോ എങ്ങനെയാ നമ്മളെ ഇരുത്ത്, എങ്ങനെയാണ് ചെയർ എങ്ങനെ കൊടുക്കുന്നുണ്ട്, അവരോട് എങ്ങനെയാണ്, ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യും. എന്നിട്ട് കുട്ടികൾ ഐഡിയൽ മക്കളാവണം. അതാണ് മിക്ക പാരന്റ്സിന്റെയും നടക്കാത്ത സ്വപ്നങ്ങൾ. ആദ്യം നമ്മൾ എന്തൊക്കെ കറക്റ്റ് ചെയ്യണം, നമ്മുടെ ബിഹേവിയർ എന്തൊക്കെ ഉണ്ട്, അതാണ് പാരന്റൽ മാനേജ്മെന്റ് ട്രെയിനിങ്. കറക്റ്റായിട്ട് കറക്റ്റായിട്ട് മാറണം. നമ്മളിത് വരുന്ന ചില കുട്ടികളൊക്കെ കുട്ടീനെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. വെറും പാരന്റൽ മാനേജ്മെന്റ് ട്രെയിനിങ്ങിലൂടെ തന്നെ കുട്ടികളിൽ നല്ല വ്യത്യാസം, സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട്. അത് ഇവിടെ നിന്നും വിദേശത്തുള്ള കുട്ടികളിൽ പലപ്പോഴും എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. പിന്നെ ADHD കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ അത് ADHD ഏത് ടൈപ്പാണ്, എത്രത്തോളം ഉണ്ട്, അത് ADHD ആണോ എന്നൊക്കെ നോക്കിയിട്ട് അതിന്റെ കൺസൾട്ടന്റ് പറയുന്നതായിരിക്കും നന്നാവും. ഞാൻ ആ കുട്ടീനെ നോക്കിയിട്ടേ പറയും കുട്ടിയുടെ ഭക്ഷണത്തിന്റെ പാറ്റേൺ എന്താണ്. കൃത്യമായിട്ട് നിങ്ങളിപ്പം ഗൂഗിളൊക്കെ ചെയ്ത് നോക്കുന്ന പോലെ തന്നെ ADHD എടുക്കാറ് മധുരമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല, വേറെ കുറെ ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല, തടി കൂടുതലുള്ള കുട്ടിയാണെങ്കിൽ ADHD ഉള്ള കുട്ടിയാണെങ്കിൽ ഇന്നത് കഴിക്കാം, ഇങ്ങനെ കുറേ ഇത് ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല. പൊതുവേ നമ്മൾ പറഞ്ഞ എല്ലാതരം ഫുഡും കുട്ടികൾക്ക് കൊടുക്കും. മധുരം കുറക്കാൻ വേണ്ടി ശ്രമിക്കുക. അമിതമായിട്ട് ഭക്ഷണം കൊടുക്കുന്നത് കുറക്കുക. ചോക്ലേറ്റും മറ്റു കാര്യങ്ങളും, കേക്ക്, ഐസ്ക്രീം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കാൻ വേണ്ടി നോക്കുക, ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡ് കൊടുക്കുക. ഇതൊക്കെയാണ് ADHD ഡയറ്റിങ്ങിൽ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ. പിന്നെ വേറെ എന്താണ്? ഓക്കെ. 8:45 ആകുമ്പോഴേക്ക് ഞാൻ വൈൻഡപ്പ് ആക്കും. അപ്പൊ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. കാരണം എന്റെ ഫോണ് ഞാനിപ്പോ വേറൊരാളുടെ ഫോണാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ചാർജ് തീരാറായിട്ട്. ചെറുതാ ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ഉദ്ദേശിച്ച തരത്തിൽ തന്നെ ഇതായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പറയണം. താങ്കളുമായി കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ്, എന്റെ നമ്പർ ഞാൻ അയക്കുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യമുള്ളവർക്ക് പേഴ്സണലി എന്നെ കോണ്ടാക്ട് ചെയ്യാം. വിളിക്കുന്നതിനേക്കാളും കുറവ് നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ അതാണ് എനിക്ക് സൗകര്യം. സമയമുള്ളപ്പോൾ റെസ്പോണ്ട് ചെയ്യാലോ. ഞാനിപ്പോ ഒരു സമയത്ത് റെസ്പോണ്ട് ചെയ്തിട്ടില്ല, പിന്നെ നിങ്ങൾ എന്നെ മെസ്സേജ് ചെയ്തിട്ട് എന്നെ വീണ്ടും റിമൈൻഡ് ചെയ്യുന്നതിൽ ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, സാറൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വെറുതെ നിൽക്കാൻ പാടില്ല, അത് എനിക്ക് ബുദ്ധിമുട്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ADHD വരാനുള്ള റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ ജനറ്റിക്കലി അത് വരാൻ സാധ്യതയുണ്ട്. വേറെ പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു റീസൺ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്, ഇന്ന സിംഗിൾ റീസൺ കൊണ്ടാണ് ADHD വന്നതെന്നൊന്നും നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ എന്റെ കോണ്ടാക്ട് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കോണ്ടാക്ട് നമ്പർ നിങ്ങൾക്ക് ഇതിലുണ്ട്. 9037984556 ആണ് നമ്പർ. നിങ്ങൾ ഇതിലേക്ക് വാട്സപ്പ് ഉണ്ട്, വാട്സപ്പ് ചെയ്യുക, എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. ADHD വരാനുള്ള റീസൺ കൃത്യമായിട്ട് അങ്ങനെ ഇന്ന സിംഗിൾ റീസൺ കൊണ്ടാണ് ഇത് വരുന്നത് എന്നുള്ളത് പറയുന്നില്ല. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ADHD മിസ്ഡയഗ്നോസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താന്നുള്ള കൃത്യമായിട്ട് ഏത് ടൂള് വെച്ചിട്ടാണ് അസസ് ചെയ്തിട്ടുള്ളത്, എത്രത്തോളം ഉണ്ട്, മൈൽഡ് ആണോ, മോഡറേറ്റ് ആണോ, സിവിയർ ആണോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും കമന്റ് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. വേറെ എന്താണ് ചോദിക്കാനുള്ളത്? വേറെ എന്താ പറയാം? ഓക്കെ. അപ്പം ഷബീബ് സാഹിബ്, പ്രഗ്നൻസിയിൽ ഒരു ചോദ്യം കൂടി വന്നിട്ടുണ്ട്, 2-3 ചോദ്യം കൂടി വന്നിട്ടുണ്ട്. അതുകൂടി ഞാനൊന്ന് ഉത്തരം പറയട്ടെ. ഉത്തരം എന്ന് പറയുന്നില്ല, എന്റെ അഭിപ്രായം. പ്രഗ്നൻസിയിൽ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ADHD ബിഹേവിയർ പ്രശ്നങ്ങളും വർദ്ധിക്കാതിരിക്കാൻ, അത് ഞാൻ പറയാം. അത് നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ചാൽ നല്ലത്. പേരക്കുട്ടി സ്കൂളിൽ നിന്ന് വന്നാൽ പിന്നെ TV-യുടെ മുമ്പിൽ തന്നെ കളിക്കാനൊന്നും പോവില്ല, താല്പര്യമില്ല. അത് ശ്രദ്ധിക്കേണ്ട കാര്യം.
ADHDയും ന്യൂക്ലിയർ ഫാമിലിയും എനിക്ക് കണ്ടിച്ചു. ADHD ന്യൂക്ലിയർ ഫാമിലിയും തമ്മിലൊന്നും ഒരു കണക്ഷനും ഇല്ല. രണ്ടാമത്തത് പേരക്കുട്ടി സ്കൂൾ വിട്ടു വന്നാൽ കുട്ടികൾക്കൊരു പഠന സ്വഭാവം ഉണ്ടാവണം എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു കളി സ്വഭാവം ഉണ്ടായിരിക്കും. കുട്ടികൾ വീട്ടിൽ നിന്നാണെങ്കിലും പുറത്തു പോയിട്ടാണെങ്കിലും ഇന്ന സംഗതി ശരീരം അടങ്ങുന്ന തരത്തിൽ ഇന്ന എന്ത് സൈക്കിൾ ഓടിക്കലാണെങ്കിൽ സൈക്കിൾ ഓടിക്കൽ, വേറെ എന്തെങ്കിലും ബോർഡ് തട്ടലാണെങ്കിൽ ബോർഡ് തട്ടൽ, വേറെ അത് ഒന്നുകിൽ കുട്ടികൾ തന്നെ കളിക്കാനുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് സംഗതികൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നിങ്ങളും കൂടെ കളിക്കുന്ന രീതിയിലേക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടാക്കുക. ഇങ്ങനെ എന്തെങ്കിലും സാധനം വീട്ടിൽ സെറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി പറ്റും. അപ്പൊ കുട്ടികൾ ഇങ്ങനെ ഒരു നമ്മുടെ നാട്ടിലുണ്ട് ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ ചെയ്യാന്നുള്ള സംഗതി അതിൽ. പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഒന്ന് പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ്, പ്രഗ്നൻസിയിൽ ഈ പറഞ്ഞ പോലെ പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ റിപ്പീറ്റഡ് ആയിട്ട് അബോർഷൻ ഉണ്ടാവുന്ന ആളുകൾ പ്രഗ്നന്റ് ആവുമ്പോൾ ശ്രദ്ധിക്കണം. മാൽന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പ്രഗ്നൻസി ഉള്ള ആൾക്കാർ, അതേപോലെ തന്നെ ഈ ഡെലിവറിക്ക് ശേഷം ഉണ്ടാവുന്ന ഇപ്പൊ തൈറോയിഡ് ഇഷ്യൂസ് ഉള്ള ആൾക്കാർ, PCOD ഉള്ള ആൾക്കാർ, വേറെ പല ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാർ പ്രഗ്നന്റ് ആവുമ്പോൾ ശ്രദ്ധിക്കണം എന്തായാലും അവർ കൃത്യമായിട്ട്. അതേപോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഒക്കെ ഉള്ള ലേഡീസ് ഒക്കെ ആണെങ്കിൽ നേരത്തെ തന്നെ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യും, തെറാപ്പിയിലൂടെ പോവുകയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. രണ്ടാമത്തെ വെച്ചാൽ കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് കുട്ടികളെ മോണിറ്റർ ചെയ്യുകയും ഒരു സ്കില്ല് പഠിപ്പിക്കുകയും അതിന് ഇപ്പൊ പേരൻസിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ അപ്പം അതില് ഈ പറഞ്ഞ പോലെയുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നേരത്തെ കൊടുക്കുക. കുട്ടികൾ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺ, സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കുന്നുണ്ടോ, വർത്താനം പറയേണ്ട നടക്കുന്ന സമയത്ത് നടക്കുന്നുണ്ടോ, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതാത് സമയത്ത് അതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെ അപസ്മാരമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുട്ടികളെ നല്ല ശ്രദ്ധിച്ച് അവർക്ക് പ്രത്യേക ട്രെയിനിങ് കൊടുത്തിട്ട് വളർത്തുക. ഇതൊക്കെയാണ് വളരെ മിനിമൽ ലെവലിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. പിന്നെ കുട്ടികൾക്ക് ലേണിംഗ് ഇല്ല, അറ്റൻഷൻ കിട്ടാനുള്ള മാർഗങ്ങൾ പറയാം. ശ്രദ്ധക്കുറവുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ വേണ്ടി പറ്റില്ല. അറ്റൻഷൻ ഇല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഇല്ല, കോൺസെൻട്രേഷൻ ഇല്ലെങ്കിൽ മെമ്മറി ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ കൂടാൻ ഒരുപാട് മാർഗമുണ്ട്. അപ്പൊ ഏത് തലത്തിലുള്ള അറ്റൻഷൻ ആണ് കുറവുള്ളത് എന്നുള്ളത് നമ്മൾ ആദ്യം പരിശോധിക്കണം. ശ്രദ്ധ കൂടാൻ ഇപ്പം എത്ര വയസ്സുള്ള കുട്ടിയാന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അറ്റൻഷൻ കൂടാനുള്ള ലിങ്കും മറ്റു കാര്യങ്ങളും ആക്ടിവിറ്റീസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം. അതായിരിക്കും കുറച്ചും കൂടി നന്നാവുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് ടൈമിൽ മദർ ഉണ്ടാക്കുന്ന ടെൻഷൻ ആൻഡ് പേഴ്സണൽ ഇഷ്യൂസ് കാരണം കുട്ടി അതുണ്ട്, ശരിയാണ്. ഫീഡ് ചെയ്യുന്ന സമയത്ത് കംഫർട്ടായിട്ട് ഫീഡ് ചെയ്യും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് കുട്ടിയുടെ ഇമോഷൻ ഡെവലപ്മെന്റ്സിന് ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് കംഫർട്ട് ചെയ്ത് എൻജോയ് ചെയ്തിട്ട് അവർ ചെയ്യാന്നൊക്കെ പറയുന്നത് ഇമോഷൻ ഡെവലപ്മെന്റ്സിനെ സഹായിക്കുന്നതായിട്ടുള്ള ചില പഠനങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പല പേരൻസ് ഫസ്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത് എക്സ്പെരിമെന്റ്, പല പല മദറിനെ സംബന്ധിച്ചിടത്തോളം ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അവർ പരീക്ഷണ വസ്തുവാണ് ആദ്യത്തെ കുട്ടി. എങ്ങനെയാ നോക്കേണ്ടിയെന്നോ, എങ്ങനെയാ വളർത്തേണ്ടിയെന്നോ, എന്തൊക്കെ ചെയ്യണമെന്നോ ചെയ്യേണ്ടതെന്നോ അറിയാണ്ട് ഒരു ട്രയൽ ആൻഡ് എറർ ലേണിങ്ങിലൂടെയാണ് പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റുന്നത്. പലപ്പോഴും ഫസ്റ്റ് ചൈൽഡ് തന്നെ അൺഎക്സ്പെക്റ്റഡ് ചൈൽഡ് ആയിരിക്കും, അങ്ങനെ പ്രതീക്ഷിക്കാതെ ഉണ്ടാവുന്ന കുട്ടിയായിരിക്കും. അതിന് മെന്റലി ഫിസിക്കലി ഒന്നും സ്ത്രീകൾ പ്രിപ്പയർഡ് ആയിരിക്കില്ല. അവരെന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തോ ജോലി കിട്ടിയ സമയത്തോ അതിന്റെ സ്ട്രെസ് ഉള്ള സമയത്തോ വേറെ ഫാമിലി ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തോ ചിലപ്പോൾ ചില കുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക ഇപ്പൊ പറഞ്ഞ പോലെ അവർ തമ്മിൽ തന്നെ വല്ല പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ ഉണ്ടായ പ്രശ്നം തീരുന്നൊക്കെ വിചാരിച്ചിട്ട് കുട്ടികൾ ഉണ്ടായതൊക്കെ നമുക്ക് അങ്ങനെയുള്ള കുട്ടികളൊക്കെ പലപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും സമാധാനത്തിൽ നിൽക്കുന്ന സമയത്ത് കുട്ടികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ്, ആശ്വാസമാണ്. അത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അപ്പം അതില്ലെങ്കിൽ കുട്ടികൾ നന്നായിട്ട് നോക്കാനും ശ്രദ്ധിക്കാനൊന്നും അമ്മക്കും പറ്റില്ല, അത് ഫാമിലിക്കും പറ്റില്ല. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നത് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ നമ്പറും തന്നിട്ടുണ്ട്. ഇനിയിപ്പം എൻ്റെ നമ്പർ കിട്ടാത്ത ആൾ ഷബീബ് സാഹിബുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ നമ്പറും കിട്ടും. അപ്പം വളരെ സന്തോഷം ഈ ഒരു മീറ്റിങ്ങിൽ നിങ്ങളെ കൂടെ കൂടാനും സംസാരിക്കാനൊക്കെ പറ്റിയതിൽ വളരെ സന്തോഷം. അതേപോലെ തന്നെ ഷബീബ് സുഹൃത്തിന്റെ സുഹൃത്താണ് ഷബീബ്. അദ്ദേഹം ഇങ്ങനൊരു അവസരം എനിക്ക് തന്നതിലും അതിനുപരി എന്റെ കുറെ ടെക്നിക്കൽ എറർ വന്നിട്ടുണ്ട്, സമയത്തിൽ എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല. ഞാൻ വേറൊരാളുടെ മൊബൈൽ എനിക്ക് 7 മണി വരെ എനിക്ക് സെഷൻ ഉണ്ടായിരുന്നു, ജോലി ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് എനിക്ക് ഒരു അരമണിക്കൂർ സമയം കിട്ടിയത്. ആ സമയത്താണ് സൂം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു, കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ പോകുന്നത്. പക്ഷെ അത് അൺഇൻസ്റ്റാൾ ആയിട്ടുണ്ടായിരുന്നില്ല.
അപ്പൊ അതുകൊണ്ടുള്ള ചില ടെക്നിക്കൽ എറർ ഉണ്ടായിട്ടുണ്ട്. അതിന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. കാരണം അത് എന്റെ ഭാഗത്ത് വന്നൊരു വീഴ്ചയാണ് ശരിക്കും. പിന്നെ വളരെ സന്തോഷം, നിങ്ങളൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഇതിൽ പങ്കെടുത്തു, പല കാര്യങ്ങളും ചോദിച്ചു, മനസ്സിലാക്കി. അറിവുകൾ എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് എപ്പോഴും വേണ്ട സാധനം. ഞാനിപ്പോഴും എന്തെങ്കിലും ക്ലാസ് ഉണ്ടെങ്കിൽ പങ്കെടുക്കാനും പഠിക്കാനും അറിയാനും ഒക്കെ താല്പര്യമുള്ള ആളാണ്. അതേപോലെ തന്നെ അറിവ് കരസ്ഥമാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരെ കാണാനും പരിചയപ്പെടാനും സംവദിക്കാനും പറ്റിയതിൽ വളരെ സന്തോഷം അറിയിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. എല്ലാവർക്കും നല്ല മാതാപിതാക്കളാവാൻ പറ്റട്ടെ. അതേപോലെ തന്നെ മാതാപിതാക്കളാകാൻ ആവശ്യമാണ് നല്ല സ്കില്ലുകൾ പഠിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ ഈ സംസാരം ഞാൻ ഇവിടെ നിർത്തുകയാണ്.